بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തുണ്ടായ പ്രധാന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ദർസ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുർത്തദ്ദുകളോടുള്ള യുദ്ധത്തെ സംബന്ധിച്ചായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. 11ഓളം സൈനിക വിഭാഗങ്ങളെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചിരുന്നത്. അതിൽ 3-4 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. നമ്മളുടെ സമയത്തിൻ്റെ കുറവ് പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളത് കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പഠിക്കാനുള്ള മാർഗങ്ങൾ ഏറ്റവും എളുപ്പമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ സ്വയം ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രഭാഷണത്തിലൂടെയോ അതല്ലെങ്കിൽ വായനയിലൂടെയോ ആ കാര്യങ്ങൾ പൂർത്തിയാക്കണം. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുണ്ട് എന്നതുകൂടി ഉണർത്തുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഭ്യന്തരമായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പുറത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി പടനീക്കങ്ങൾ നടത്തിയതാണ്. നമ്മൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ സന്ധിക്ക് ശേഷമുണ്ടായ സമാധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള രാജാക്കന്മാർക്ക് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ പ്രദേശത്തേക്കും നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും ഗോത്ര പ്രമുഖന്മാർക്കുമൊക്കെ എഴുത്തുകൾ എഴുതി അയച്ചിരുന്നു. സഹാബിമാരുടെ വശം കൊടുത്തുവിട്ടിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് ഏതെങ്കിലും നാട്ടുകാർക്കോ ഏതെങ്കിലും ദേശക്കാർക്കോ ഭാഷക്കാർക്കോ മാത്രമുള്ളതല്ല, മറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് എന്ന് മാത്രമല്ല, ആലമീൻ അള്ളാഹു അല്ലാത്ത മുഴുവൻ സംഗതികളെയും പറയുന്ന പേരാണ് ആലമീൻ എന്നത്. മനുഷ്യകുലത്തിനാകമാനം എന്ന് മാത്രമല്ല, ജിന്നുകൾക്ക്, ജീവജാലങ്ങൾക്ക്, സചേതനമാവട്ടെ അചേതനമാവട്ടെ മുഴുവൻ വസ്തുക്കളിലേക്കുമുള്ള കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂല് കൊണ്ടുവന്ന സന്ദേശവും റിസാലത്തും ലോകത്തിലെല്ലാവർക്കും ഉള്ളതാണ്. അത് ലോകത്തേക്ക് എത്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാധ്യതയായിരുന്നു. യാ അയ്യുഹൻ നബിയു ബല്ലിഗ് മാ ഉൻസില ഇലൈക ഫഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത. അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ച, നിങ്ങളോട് അള്ളാഹു പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിലോ ഫമാ ബല്ലഗ്ത റിസാലതഹു, നിങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിക്കാൻ, നിങ്ങൾ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ എത്തിക്കാതെ, റിസാലത്ത് എത്തിക്കാതെ വീഴ്ച വരുത്തിയവനായി താങ്കൾ മാറുമെന്ന് അള്ളാഹു പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ എഴുത്തുകളൊക്കെ എഴുതിയത്. അതോടുകൂടി തന്നെ ആരംഭിക്കുകയാണ് അറേബ്യയുടെ പുറത്തേക്കുള്ള ഇസ്ലാമിൻ്റെ പ്രചാരണം. നമ്മൾക്കറിയാം, മൂത്ത യുദ്ധം ഉണ്ടായത് അങ്ങനെ ഒരു കത്തുമായി പോയ ദൂതനെ അവിടെയുള്ള രാജാവ് കൊന്നതാണ്. നാട്ടുനടപ്പനുസരിച്ച്, രാജ്യാന്തര നിയമങ്ങളനുസരിച്ച്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമം അനുസരിച്ചൊക്കെ ഏറ്റവും വലിയ ക്രൂരതയാണ്, അക്രമമാണ്
ദൗത്യ സംഘങ്ങളെ വധിക്കുക, ദൂതന്മാരെ വധിക്കുക എന്നത്. അതാണ് പിന്നീട് യുദ്ധങ്ങളിലേക്ക് നയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സഹാബിമാരും റസൂലിന്റെ വസിയത്ത് അനുസരിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയുണ്ടായി. നമ്മൾക്കറിയാം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം അവസാനിച്ചപ്പോഴേക്ക് ആഫ്രിക്ക മുതൽ അങ്ങ് ചൈന വരെ ഇസ്ലാം വ്യാപിച്ചിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അർമേനിയയിലേക്ക് ഇസ്ലാം വ്യാപിച്ചത്. നിങ്ങൾ ഭൂപടം നോക്കുക, എവിടെയാണ് അർമേനിയ സ്ഥിതി ചെയ്യുന്നത്? അറേബ്യ മുതൽ അങ്ങോട്ട് തെക്കോട്ട് ആഫ്രിക്ക, വടക്കോട്ട് ചൈനയുടെ അതിർത്തി വരെ ഇസ്ലാം കടന്നു ചെന്നിട്ടുണ്ട് സഹായിമാരുടെ പ്രയത്നത്തിലൂടെ. അതേപോലെ സിന്ധ് മുതൽ പടിഞ്ഞാറോട്ട് തുർക്കിയും യൂറോപ്പും കടന്ന് ഇസ്ലാം വ്യാപിച്ചിരുന്നു യൂറോപ്പിലേക്ക് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ പറ്റും. പക്ഷേ അർമേനിയ മുതൽ ആഫ്രിക്ക വരെയുള്ള പ്രദേശങ്ങൾ ഇസ്ലാം കീഴടക്കിക്കൊണ്ടായിരുന്നു ഇസ്ലാമിന്റെ പ്രചാരണം ഉണ്ടായത് എന്നതുകൂടി പ്രസ്താവ്യമാണ്. ഏതായിരുന്നാലും സഹാബിമാർ എന്തിനാണ് അറേബ്യയുടെ പുറത്തേക്ക് പടനീക്കങ്ങൾ നടത്തിയത്? ഒരുപാട് ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധവും കൊലപാതകവും രക്തം ചിന്തലുമാണ് അവരുടെ ഹോബിയാണ്, അവരുടെ മതം തന്നെ അങ്ങനെയാണ്, ജിഹാദാണ് അവരുടെ ചിഹ്നം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള യുദ്ധങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഇതെന്താണ്, ഏതെങ്കിലും ജിഹാദിലേക്കുള്ള പുറപ്പാടിലേക്കാണോ ആഹ്വാനം ചെയ്യുന്നത് എന്നൊക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാമിലെ ജിഹാദ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലാൻ, ആളുകളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ, അവിടെയൊക്കെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു സൂത്രവാക്യമല്ല യഥാർത്ഥത്തിലുള്ള ജിഹാദ്. ഇസ്ലാം അത് വിഭാവനം ചെയ്യുന്നില്ല. ഇസ്ലാം പരന്നതും അങ്ങനെയല്ല. പലപ്പോഴും ആരോപിക്കപ്പെടാറുണ്ട് ഇസ്ലാം വ്യാപിച്ചത് വാളിലൂടെയാണ്, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഒരു മരത്തിന്റെ വാളും പിടിച്ച് പള്ളിയിൽ ചില ആളുകൾ നിൽക്കുന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഊന്നു നിൽക്കാൻ വേണ്ടി ഒരു വടി ഉപയോഗിച്ചിരുന്നു. അത് പിൽക്കാലത്ത് അതങ്ങനെ തന്നെ ആളുകൾ ചെയ്തു വരുന്നതാണ് പാരമ്പര്യമായി. അതല്ലാതെ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ പള്ളിയിൽ കൂടി ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ഭയപ്പെടുത്താനുള്ള ഒരു ഉപകരണമല്ല ആ മരത്തിന്റെ വാള്. അതുകൊണ്ട് ആരും പേടിക്കാനും പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഏതായിരുന്നാലും എന്താണ് ആരോപണത്തിന്റെ നിജസ്ഥിതി? ഇസ്ലാം അങ്ങനെയാണോ പ്രചരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് 23 വർഷത്തെ ദൗത്യത്തിനിടയിൽ 13 വർഷം മക്കയിലാണ് ജീവിച്ചത്. റസൂലിനെയും സഹാബികളെയും ഒരുപാട് ആളുകൾ, ഖുറൈശികൾ, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവിശ്വാസികൾ ദ്രോഹിച്ചിട്ടുണ്ട്. അവർ തിരിച്ചടിക്കാറുണ്ടായിരുന്നില്ല. മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷമാണ്, ഒരു വർഷത്തിന് ശേഷമാണ് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഅന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആക്രമിക്കപ്പെട്ടവർക്ക് തിരിച്ചടിക്കുവാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദ്രോഹിക്കപ്പെടുന്നവരെ സഹായിക്കാൻ കരുത്തുള്ളവനാണ് അള്ളാഹു എന്ന ആയത്തിറങ്ങിക്കൊണ്ട് പ്രതികരിക്കാനുള്ള അനുവാദം ലഭിക്കുന്നത്. അപ്പൊ അതിനു മുമ്പോ പ്രതികരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ക്ഷമിക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന. നമ്മൾക്ക് അറിവുള്ള വിഷയമാണത്. ആ കാലഘട്ടത്തിലാണ് ഒരുപാട് ആളുകൾ വിശ്വാസികളായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രമുഖരായ സഹാബിമാരൊക്കെ വിശ്വാസികളായത് എപ്പോഴാണ്? ഈ യുദ്ധമില്ലാത്ത കാലഘട്ടത്തിൽ പ്രമുഖരായ സഹാബിമാർ, ഖുലഫാഉർ റാഷിദീകൾ മുഴുവൻ, ബദരീങ്ങളിൽ പ്രമുഖരായ ഒരുപാട് സഹാബിമാർ ഒക്കെ മുസ്ലിമായത് ഈ കാലഘട്ടത്തിലാണ്. രാജാക്കന്മാർ മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പ്രതിപാദിച്ചതാണ്. മുൻദിർ ബിൻ സാവ മുസ്ലിമായത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് വായിച്ചിട്ട് റസൂലുള്ളാഹിന്റെ സന്ദേശം വായിച്ചു, അദ്ദേഹം മുസ്ലിമായി. യമനിലുണ്ടായിരുന്ന, യമൻ മുഴുവൻ ഭരിച്ചിരുന്ന പേർഷ്യൻ രാജാവിന്റെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ രാജാവായി വാണിരുന്ന ബാദാം മുസ്ലിമായത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന ആളുകൾ താമസിച്ച് റസൂലിന്റെ സത്യസന്ധത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. നജ്ജാശി രാജാവ് മുസ്ലിമായത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാർ അങ്ങോട്ട് ഹിജറ പോയി, അവരെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യസംഘം പോയി മക്കയിൽ നിന്ന്, ഖുറൈശികളുടെ, അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളുടെ. അങ്ങനെ നജ്ജാശി ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. അവരുടെ വിശദീകരണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതും അദ്ദേഹം വിശ്വാസിയായി മാറുകയും ചെയ്തത്. ഇതൊക്കെ രാജാക്കന്മാരാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം ഇന്തോനേഷ്യയാണ്. അവിടെയുള്ള ആളുകൾ മുസ്ലിമായത് എങ്ങനെയാണ്? ഒരു യുദ്ധത്തിലൂടെയല്ല, മറിച്ച് അറേബ്യയിലെ കച്ചവടക്കാരിലൂടെയാണ് അങ്ങോട്ട് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. നമ്മളുടെ നാടായ കേരളത്തിലേക്ക് ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെയാണ്? കച്ചവടക്കാരിലൂടെയാണ്. അതൊന്നും പടനീക്കത്തിലൂടെയോ യുദ്ധത്തിലൂടെയോ അല്ല.
ലോകത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും അങ്ങനെ തന്നെയാണ് ഇസ്ലാം വ്യാപിച്ചിട്ടുള്ളത്. ഈ യുദ്ധങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് പല ആളുകളും വിശ്വാസികളായി മാറിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് അങ്ങനെ ആക്ഷേപിക്കുന്നത്? ഈ സത്യദീനനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. ആളുകൾ അത് ഉൾക്കൊള്ളാൻ പാടില്ല. ഇത് യുദ്ധത്തിന്റെയും കലാപത്തിന്റെയും മതമാണ്, സമാധാനത്തിന്റെയും ശാന്തിയുടേതുമല്ല എന്ന് ചില ആളുകൾ ഇപ്പോൾ അതിന്റെ കുപ്പായം എടുത്ത് അണിഞ്ഞിരിക്കുകയാണ്. ആരാണത് ഏറ്റവും കൂടുതൽ പറയുന്നത്? ഒരു ബോംബ് കൊണ്ട് ഒരു പട്ടണത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ആളുകൾ, ഒറ്റ ബോംബ് കൊണ്ട്. ലിറ്റിൽ ബോയ് ജപ്പാനിൽ അണുവായുധം വാരിക്കൂട്ടുന്ന ആളുകൾ. ഇവരുടെയൊക്കെ സംസാരങ്ങൾ കേട്ടാൽ തോന്നും വലിയ സമാധാനത്തിനുള്ള വെള്ളരിപ്രാവുകളെയാണ് ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ രാജ്യങ്ങളുടെയൊക്കെ ബജറ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നാം സ്ഥാനത്തുള്ളത് എന്തിനാണ്? അവർ മരുന്ന് മേടിക്കാനാണോ? വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ? ജനങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളാണോ? അല്ല. പിന്നെയോ പ്രതിരോധത്തിന് വേണ്ടിയാണ്. ആ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും സമ്പന്നരാക്കി മാറ്റാൻ തക്ക തുക പ്രതിരോധത്തിനും യുദ്ധത്തിനും വേണ്ടി ചെലവഴിച്ച് അങ്ങനെയുള്ള യുദ്ധങ്ങളും ആയുധങ്ങളും വിൽക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന രാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരെ പറ്റി ആരോപിക്കുകയാണെന്ത്? ഇവർ യുദ്ധകൊതിയന്മാരും കലാപപ്രിയരുമായിരുന്നു. ആരാ ആരോപിക്കുന്നത്? ഈ പറഞ്ഞ ആളുകൾ. എന്താണ് അതിന്റെ നിജസ്ഥിതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരുടെ വിശ്വാസത്തിലൂടെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഇസ്ലാമിക ആശ്ലേഷണം പഠിച്ചാൽ നമ്മൾക്ക് അതിന്റെ നിരർത്ഥകത ബോധ്യമാകും. ഇസ്ലാമിനെ നിഷ്പക്ഷമായി വിലയിരുത്തിയ, പലപ്പോഴും അതിനുവേണ്ടി ആയിരുന്നില്ല പഠിച്ചത്, മുസ്തശ്രിക്കുകൾ, ഓറിയന്റലിസ്റ്റുകൾ, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയും വിശ്വാസത്തിൽ വല്ല പഴുതും കണ്ടെത്താൻ വേണ്ടിയോ ഒക്കെ പഠിച്ച ആളുകൾ അവസാനം എത്തിച്ചേർന്ന ആ കൂട്ടത്തിലെ നീതിയുള്ള ആളുകൾ എത്തിച്ചേർന്ന നിഗമനങ്ങളുണ്ട്. അവരെഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് അത്തരത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം, അതിന്റെ അറബി പരിഭാഷ നെറ്റിൽ വായിക്കാൻ പറ്റി. തൈസീറുൽ ഇസ്ലാം ഫി ഉറുബ ഫിൽ ഉസൂറിൽ ഉസ്ത എന്നാണ് അതിന്റെ പേര്. വില്യം വാട്ട് എന്ന് പറയുന്ന ഈ ഓറിയന്റലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഈ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അത് വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാം പ്രചരിച്ചത് വാളിലൂടെയാണ് എന്നത് തികച്ചും ഒരു ആരോപണം മാത്രമാണ്. അതിനുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരുടെ ജീവിതം. അതേപോലെ തന്നെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന റസൂലിൽ വിശ്വസിച്ച രാജാക്കന്മാരുടെ ചരിത്രം അതിനുള്ള മറുപടിയാണ്. തീർത്തും യൂറോപ്യന്മാർ ഉന്നയിച്ച ബാലിശമായ ഒരു ആരോപണമാണ് എന്ന് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ വായിക്കാൻ പറ്റിയ രൂപത്തിൽ ആധുനിക മീഡിയകളിലൂടെ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നത്, ലം യകുൻ യൗമൻ മിൻ അഗ്റാദിൽ ഹർബി ഫിൽ ഇസ്ലാം ഇക്റാഹുൻ നാസി അലാ ഇഅ്തിനാഖിഹി. ഒരിക്കൽ പോലും വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നില്ല സഹാബിമാരോ മുസ്ലിങ്ങളോ നടത്തിയ ഒരു യുദ്ധം പോലും. നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞിട്ട് വേണ്ട ആവശ്യമില്ലത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഫമൻ ശാഅ ഫലിയുമിൻ വമൻ ശാഅ ഫലിയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വാസം സ്വീകരിക്കാം, അല്ലാത്തവർക്ക് മുസ്ലിം ആവാതെ മാറി നിൽക്കാം. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമാണ് ആ പറയുന്നത്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്ത് മുസ്ലിങ്ങൾ മാത്രമേ അവശേഷിക്കുമായിരുന്നുള്ളൂ. അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹുവിന്റെ തീരുമാനം ഇവിടെ കാഫിറുകൾ ഉണ്ടാവണമെന്നാണ്. എന്തിരിക്കെ ജനങ്ങൾ വിശ്വാസിയാകാൻ വേണ്ടി താങ്കൾ എന്തിനാണ് ആളുകളെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നമ്മളോടൊക്കെയുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധ്യവുമല്ല. നിർബന്ധത്തിലൂടെ ഒരാൾ കലിമ ചൊല്ലിയാൽ അയാൾ മുസ്ലിം ആവുകയുമില്ല. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് സമാധാനത്തിലൂടെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, സദുപദേശത്തിലൂടെയും വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഹിക്മത്തിലൂടെയും സദുപദേശത്തിലൂടെയും സംവാദങ്ങളിലൂടെയും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണ്. ഇത് തന്നെയാണ് നമ്മളോടുള്ള കൽപ്പന. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഞാൻ വളരെ വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഈ ദീനിലേക്ക് ക്ഷണിക്കുന്നത്, ഞാനും എന്നെ തുടർന്നവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, നമ്മളോടും പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം. അപ്പൊ ദഅവത്ത് അങ്ങനെയാണ്. ഇസ്ലാം വ്യാപിച്ചതും അങ്ങനെ തന്നെയാണ്, വാളിലൂടെയല്ല. അങ്ങനെ വാളുകൊണ്ട് വ്യാപിപ്പിക്കാൻ പറ്റിയ ഒരു സാധനവുമല്ല ഇസ്ലാം എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ ആരോപണം ഇങ്ങനെ പറയാൻ കാരണം പിശാചിന്റെ ആളുകൾ പിശാചിന്റെ ദുർബോധനത്തിൽപ്പെട്ടുകൊണ്ട് ആളുകൾ വിശ്വാസിയാവാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്ക് പോലും അറിയുന്ന ഒരു പരമമായ യാഥാർത്ഥ്യമാണത്. എരിത്രിയ 170 വർഷം അടക്കി ഭരിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ഏകാധിപതി ഹേല
സീലാസി എന്ന് പറയുന്ന, അതിൻ്റെ മീനിങ് സലാസ എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി എന്നാണ്. അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു, ക്രിസ്തുമത വിശ്വാസിയായിരുന്നു, എരിത്രിയയിലെ ഏകാധിപതി. 1978 മറ്റിലോ ആണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ രാജ്യത്തിൽ ഒരു 10-60% മുസ്ലിങ്ങളുണ്ട്. അവർ അറേബ്യയിലെ കച്ചവടക്കാരിലൂടെ എത്തിപ്പെട്ടതാണ്. അവരെപ്പോൾ ഞങ്ങൾ ഗർവാസ്പസി നടത്തിയാനുള്ള ശ്രമത്തിലാണ്. സമാധാനത്തിലൂടെ തന്നെ അവർ ഞങ്ങളുടെ പെരുമാറ്റത്തിലൂടെ വീണ്ടും ക്രിസ്തുമതത്തിലേക്ക് തന്നെ പരിവർത്തിക്കപ്പെടും എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ഒരു ഭരണാധികാരി എവിടെ വെച്ച്? അമേരിക്കൻ കോൺഗ്രസിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ അതുണ്ട്. സെർച്ച് ചെയ്താൽ ലഭിക്കും അത്, അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അപ്പൊ ശത്രുക്കൾക്ക് വരെ അറിയാം, ഇസ്ലാമിൽ നിന്ന് ആളുകളെ വീണ്ടും തങ്ങളുടെ പഴയ മതങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് വരെ അറിയാം എന്ത്, ഇവരൊന്നും മാറിയത് നിർബന്ധത്തിലൂടെയല്ല, ഇനി തിരിച്ചു വരേണ്ടതും എങ്ങനെയാണ് എന്നുള്ള പ്ലാനൊക്കെ അവരെ അടുത്ത് വ്യക്തമായി അവർ പ്രഭാഷണം നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ കാണാൻ പറ്റും. അതേപോലെയുള്ള ഈ ഓറിയന്റലിസ്റ്റുകളുടെ പ്രഭാഷണവും അതേപോലെയുള്ള ലേഖനങ്ങളും പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾക്ക് ഈ ആധുനിക മീഡിയകളിലൂടെ നമ്മൾ കണ്ടെത്താൻ പറ്റും. പിന്നെ എന്തിനാണ് യുദ്ധം ഇസ്ലാം നിയമമാക്കിയത്? അത് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളെ മുസ്ലിമാക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്തിനാണ്? ഒന്നാമതായി മുസ്ലിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി. മദീനയിലുണ്ടായിരുന്ന ഇസ്ലാമിക രാജ്യം, അതിനെ സംരക്ഷിക്കൽ അവിടെയുള്ള ഭരണാധികാരിയുടെയും ഭരണകർത്താക്കളുടെയും ബാധ്യതയാണ്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ചെയ്തത്. അതിനെന്തിനാണ് റോമിനെ ആക്രമിക്കേണ്ട കാര്യം? അതിനെന്തിനാണ് പേർഷ്യ ആക്രമിക്കേണ്ട കാര്യം? അവർ ഈ ദീൻ ഇവിടെ വന്നത് മുതൽ തന്നെ അതിനെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന് പോകാതെ മാറി നിന്നു. ഇന്ന് പോകാം, നാളെ പുറപ്പെടാം, എൻ്റെ അടുത്ത് നല്ല സ്പീഡുള്ള വാഹനമുണ്ട്, പെട്ടെന്ന് റസൂലിന്റെ കൂടെ കൂടാം എന്ന് വിചാരിച്ച് മാറി നിന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഭാര്യമാരോടൊത്ത് അദ്ദേഹം ഈത്തപ്പഴം പാകമായ സമയമാണ്, അതും പറിച്ച് അവിടെ ഇരുന്നു. പിന്നീട് റസൂലിന്റെ കൂടെ പോകാൻ പറ്റിയില്ല. തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന 3 സഹാബിമാർക്കും വിലക്ക് ഏർപ്പെടുത്തി, പണിഷ്മെന്റ് 50 ദിവസത്തോളം. ആ സമയത്ത് അദ്ദേഹം പറയാണ്, സഹീഹുൽ ബുഖാരി കാണാൻ പറ്റും, ഞാൻ മദീനയുടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഒരാളും എന്നോട് സംസാരിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച്. അപ്പോൾ ഒരു നബിത്തി അവിടെ പഴം വിൽക്കുന്ന ഒരാൾ ചോദിച്ചു, അയിനെ കഅബ് ബിൻ മാലിക്, ഏതാണ് ഈ കഅബ് ബിൻ മാലിക്? പുറത്തുനിന്ന് വന്ന ഒരാൾ ചോദിക്കാൻ, പഴ വിൽപ്പനക്കാരൻ. അപ്പൊ ആളുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കത്ത് തന്നു. ഞാൻ വായിച്ചു നോക്കി, അത് പേർഷ്യൻ രാജാവിൽ നിന്നുള്ള കത്താണ്. അല്ലയോ സഹോദര, നിങ്ങളുടെ നേതാവ് നിങ്ങളെ ഊരുവിലക്ക് കൽപ്പിച്ച വിവരം ഞങ്ങൾ അറിയുകയുണ്ടായി. നിങ്ങൾ ഇങ്ങോട്ട് ഓടിപ്പോരുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തോളാം. രാജാവിന്റെ കത്താണ് ഇത്. സഹീഹുൽ ബുഖാരിയിൽ ഏറ്റവും വ്യക്തമായ, ഏറ്റവും സഹിഹായ ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ മദീനയിലുള്ള ഓരോ രഹസ്യങ്ങളും കണ്ടെത്താൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും കാരണത്താൽ ഒരു രാജ്യത്ത്, ഒരു ഭരണകൂടത്തിൽ എന്തെങ്കിലും ശിക്ഷ നടപ്പാക്കിയാൽ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ശല്യം ഉണ്ടാക്കാനും മറ്റ് രാജാക്കന്മാർ ശ്രമിച്ചിരുന്നു. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിക്ക് സമാന്തരമായി ഖുബായിൽ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. ഖുബാ മസ്ജിദ് അല്ല, പിന്നെയോ മസ്ജിദുൽ ദിറാർ. അബു ആമിർ റാഹിബാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അദ്ദേഹം മക്കക്കാരനാണ്. പിന്നീട് മദീനയിലേക്ക് ഓടിപ്പോയി. പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തി കണ്ടപ്പോൾ റോമിലേക്ക് പോയി. റോമ സാമ്രാജ്യത്തിലേക്ക്, റോമിലേക്കല്ല, റോമൻ അതിർത്തി പ്രദേശങ്ങളിൽ പോയി താമസിച്ചു. അവിടെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അനന്തരാവകാശ സ്വത്തൊക്കെ ചോദിച്ചു വന്ന ആളുകൾക്ക് നൽകിയതൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉസ്ദുൽ ഗാബയിൽ ഇബ്നുൽ അസീർ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ആ ചരിത്രമൊക്കെ. ഏതായിരുന്നാലും അദ്ദേഹം ഈ മദീനയിലുണ്ടായിരുന്ന മസ്ജിദ് ദിറാർ പണിയഴിപ്പിക്കാൻ വേണ്ടിയുള്ള സഹായവും കാര്യങ്ങളൊക്കെ അവിടുന്നാണ് അയച്ചു കൊടുത്തിരുന്നത്. അവന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മസ്ജിദ് ദിറാർ പണിയഴിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഉദ്ഘാടനമൊക്കെ സംഘടിപ്പിക്കാം എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നത് ആരാണ്? ഈ അബു ആമിർ. അവര് കിട്ടിയ നിർദ്ദേശങ്ങളോ ഒരു ശത്രു രാജ്യത്തിൽ നിന്ന്. അപ്പൊ അവരുടെ ഈ പ്ലാൻ അറിയുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഇസ്ലാമിക അതൊക്കെ രാജ്യത്തിന്റെയും ഭരണാധികാരികളുടെയും ബാധ്യതയാണ്. വ്യക്തമായി നമ്മളുടെ ആധുനിക നിയമപ്രകാരം തന്നെ അതൊക്കെ കുറ്റകൃത്യമായി നമ്മൾ ഗണിക്കാൻ പറ്റും. അപ്പൊ ഇസ്ലാമിനെ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ അനുഭവങ്ങൾ അതിന് ഏറ്റവും വലിയ പാഠമാണ്. അതേപോലെ തന്നെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി വാളിലൂടെ അല്ല പ്രചരിപ്പിച്ചത്, പിന്നെ എങ്ങനെയാണ് യുദ്ധത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ
മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇസ്ലാം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, യുദ്ധങ്ങളുടെ ലക്ഷ്യം ഇതായിരുന്നു. എന്ത്? ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ദീൻ തിരഞ്ഞെടുക്കാം. അപ്പൊ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ രാജാവിന്റെ ദീൻ? ഫറോ പറഞ്ഞത് ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഖാലമാ ഉരീക്കും ഇല്ലാ മാ അറാ വമാ അഹ്ദീക്കും ഇല്ലാ സബീലർ റഷാദ്. എന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് എന്താണോ ദീനായിട്ടുള്ളത് അതേ നിങ്ങൾക്കും മതമാകാൻ പാടുള്ളൂ. എന്ന് മാത്രമല്ല, ആ മതത്തിന്റെ തന്നെ റബ്ബ് ഞാനാണ് എന്നായിരുന്നു അവന്റെ വാദം. അതല്ല എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം തെളിയിച്ചു കൊടുത്തു. അല്ലേ? സാഹിർമാരും മൂസാ നബി അലൈഹി ഇസ്ലാം അണിനിരന്ന വലിയ സമ്മേളനത്തിൽ വെച്ച് അവരുടെ മാജിക് അവർ പ്രദർശിപ്പിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം മുഅ്ജിസത്തും കാണിച്ചു കൊടുത്തു. ഉടനെ മജീഷ്യന്മാര് പറഞ്ഞു, ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ. ഞങ്ങൾ ചെയ്ത പ്രവൃത്തി മാജിക്കായിരുന്നു, സിഹറായിരുന്നു. ഇവർ ചെയ്തത് മാജിക്കോ സിഹറോ അല്ല. അതുകൊണ്ട് ഞങ്ങളിതാ മൂസായുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഉടനെ ഫിറൗൻ പറഞ്ഞ മറുപടി എന്താ? ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. എന്റെ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുക. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വിപരീത ദിശയിൽ ഛേദിച്ചു കളയും. എന്നിട്ട് നിങ്ങളെ തുമ്മ ലഉസല്ലിബന്നകും ഫി ജുദൂഇൻ നഖ്ലി. നിങ്ങളെ ഞാൻ ഈന്തപ്പന തണ്ടുകളിൽ ക്രൂശിക്കും എന്നാണ് ഫിറൗനിന്റെ ഭീഷണി ഉണ്ടായത്. അവനങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ തന്നെയാണ് രാജാക്കന്മാരുടെയൊക്കെ അവസ്ഥ. നമ്മളുടെ നാട്ടിലൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു മഹാരാജാവ് ഉണ്ടാവും. അതിന്റെ താഴെ കുറെ നാടുവാഴികൾ ഉണ്ടാവും. അതിന്റെ തൊട്ട് മുകളിൽ പ്രഭുക്കളുണ്ടാകും, ജമ്മിമാരുണ്ടാകും. അവരുടെ നുഖത്തിന് കീഴിലായിരുന്നു മനുഷ്യന്മാർ ജീവിച്ചിരുന്നത്. മതത്തിന്റെ കാര്യം മാത്രമല്ല, ദുനിയാവിന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ജനങ്ങൾ അടിമകളെ പോലെയായിരുന്നു ലോകം മുഴുവൻ. ഒരു രാജാവിന്റെ അടിമകളെ പോലെയാണ് ആര്? ആ രാജ്യത്തിലെ പ്രജകൾ. ലോകം മുഴുവൻ അങ്ങനെയായിരുന്നു. ഇസ്ലാം വന്ന് സ്വാതന്ത്ര്യം നൽകുന്നത് വരെ ലോകം മുഴുവൻ അങ്ങനെയായിരുന്നു. ഇന്ന് ഈ കാണുന്ന കമ്മ്യൂണിസ്റ്റുകളും ലിബറലിസ്റ്റുകളും ഒക്കെ ഉണ്ടല്ലോ, പലജാതി അവകാശവാദങ്ങളുമായി വരുന്ന, അവരൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ മനുഷ്യന്മാരായി അംഗീകരിച്ചതാണ് ഇസ്ലാം ദീൻ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് എന്തെങ്കിലും അവകാശവാദം പറയല്ല. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. ഇസ്ലാം വരുന്ന സമയത്ത് പേർഷ്യയുടെ അവസ്ഥ, റോമിലെ അവസ്ഥ, സ്ത്രീകളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്. സ്ത്രീകൾ മനുഷ്യന്മാരാണെന്നുള്ള കാര്യത്തിലായിരുന്നു അവരുടെയൊക്കെ മതങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കം. അതൊക്കെ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കണില്ല. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതി എങ്ങനെയായിരുന്നു? മനുഷ്യന്മാരുടെ കോലത്തിൽ പടച്ച പിശാചി എന്നാണ് അവസാനം അവരുടെയൊക്കെ മീറ്റിംഗിൽ അവരുടെ തീരുമാനമായി വായിക്കപ്പെട്ടിരുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്. ഇപ്പോ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിലൊക്കെ ഇസ്ലാമിലെ കൽപ്പനയാണ് സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടവളാണ്, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, കയ്യേറ്റം ചെയ്യപ്പെടേണ്ടവളല്ല. അതുകൊണ്ട് എന്ത് വേണം? അവളെ സൂക്ഷിക്കണം. അതുകൊണ്ട് പറഞ്ഞു, അന്യ പുരുഷന്മാരോടൊത്ത് ഇടപഴകിക്കൊണ്ട് സ്ത്രീ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പാടില്ല. അപ്പൊ ഇസ്ലാമിനെ ആക്ഷേപിച്ചു. ഇവരുടെ ചിന്താഗതി മോശമാണ്, ഇവരെ തലച്ചോറ് മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം എന്തോ മീറ്റു എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ ഉള്ള വലിയ കമ്പനികൾ സർക്കുലർ കൊടുത്തിരിക്കുകയാണ് അത്രേ അവിടെയുള്ള ജോലിക്കാർക്ക്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക്. ഇതുകൊണ്ട് കുടുങ്ങിയിട്ട് ഇനി ഓഫീസിലൊന്നും സ്ത്രീകളുടെ കൂടെ തനിച്ചൊരു ഉദ്യോഗസ്ഥനും കാണാൻ പാടില്ല. നമ്മളോ തന്നെ പറഞ്ഞത്. നിങ്ങൾക്കതിന് കാലഘട്ടം 10-20 നൂറ്റാണ്ട് പോകേണ്ടി വന്നു ഇസ്ലാമിക കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ച ദീനിലൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകം ഓട്ടോറിക്ഷ വരെ ഇറക്കിയ നാടാണ് നമ്മളുടെ നാട്. ബസ് കഴിഞ്ഞു, ടോയ്ലറ്റിനുണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാനം എങ്ങോട്ട് എത്തുന്നത്? ഓരോ കാര്യം ഉണ്ടാക്കി സ്ത്രീകൾ മാത്രം വേറെയാകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞത് സ്ത്രീകളെ ഉയർത്താൻ വേണ്ടിയാണ്. ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞു 19 വർഷമായി കൂടുതൽ സംവരണവും അവരെ പ്രത്യേകം ബ്ലോക്കാക്കുന്ന പരിപാടി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാം അത് കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാമിലെ യുദ്ധം നയിച്ച സഹാബി വനിതകളുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിലെ നേതാവായിരുന്നു. അവരങ്ങനെ എത്തിപ്പെട്ടതാണ്, അതിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഒരുപാട് സഹാബി വനിതകൾ. ഖൗല ബിൻതുൽ അസ്വർ റളിയല്ലാഹു അൻഹ യുദ്ധം ചെയ്ത വനിതയാണ്. പുരുഷനാണ്, പടയാളിയാണെന്നാണ് കൂട്ടുകാരായ ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നത്. ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ, അങ്ങനെ എത്ര സഹാബി വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ചിന്താഗതിക്കാരെ പോലെ സ്ത്രീകളും ഇങ്ങനെ അകത്തളങ്ങളിൽ തളച്ചിട്ടപ്പെട്ടവളാണ് എന്ന സംശയമൊക്കെ തോന്നിയേക്കാം. അതല്ല,
അവരഴിച്ച് പുറത്തേക്ക് വിടണമെന്നല്ല പറഞ്ഞത്. ഇസ്ലാം അതിനൊക്കെ വ്യക്തമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹിജാബ്. അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ അനുഭവത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ജനങ്ങളുടെ സാമൂഹ്യമായ ചുറ്റുപാട് എന്തെല്ലാം കരവും ടാക്സിയാണ് ജനങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, പേര് വീരാനും നെല്ല് കോലോത്തുക്കുന്നാണ്. അവിടെ ഉണ്ടായിരുന്ന നാടുവാഴിയുടെ പേരാണ് കോവിലകം. കൃഷി ചെയ്യുന്ന വീരാൻ പകലന്തിയോളം പണിയെടുത്ത് അവസാനം നെല്ല് കൊയ്താൽ പാട്ടക്കാരൻ വരും, ജമ്മിയുടെ ആള് നാടുവാഴികൾ അളന്നെടുക്കും, പിന്നെ വീരാനൊന്നുമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയി? നാടുവാഴിയുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അതാണ് അവസ്ഥ. അടിമകളെപ്പോലെ തീർത്തും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ആളുകൾ. പണിയെടുക്കുന്ന ആർക്കാണ് വേണ്ടി? കുടിയാന്മാരെന്നാണ് പേര്, അടിമകളിൽ നിന്ന് തന്നെ. ഇങ്ങനെയുള്ള ആളുകളെ മോചിപ്പിച്ച് സാമൂഹികമായി ഉയർത്താൻ വേണ്ടി, അതിലേറെ പ്രധാനപ്പെട്ട് മതപരമായ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ഇസ്ലാം വന്നിട്ട് ആളുകളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദീൻ തിരഞ്ഞെടുക്കാം. ഇസ്ലാം തിരഞ്ഞെടുത്താൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളായിരിക്കും. ഇസ്ലാം അല്ലാത്തതോ? ഒരു ക്രിസ്ത്യാനിക്ക് അന്ന് മജൂസിയാകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ വേണ്ടവർക്ക് ചെയ്യാം, മുസ്ലിം ആവേണ്ടവർക്ക് മുസ്ലിം ആകാം. അത് പറ്റില്ല, രാജാവിൻ്റെ മതം തന്നെ സ്വീകരിച്ചോളണം എന്ന നിയമത്തിനെതിരെയാണ് ഇസ്ലാം യുദ്ധം ചെയ്തത്. അതല്ലാതെ ഇസ്ലാം കീഴടക്കിയ പ്രദേശങ്ങളിലൊന്നും നമ്മളിനി വിശദമായി വായിച്ചാൽ കേട്ടാൽ നമുക്കറിയാൻ പറ്റും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യയെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കർഷകരെ ആക്രമിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് കൊടുത്തു വിട്ടല്ലോ, നിങ്ങൾ മഠങ്ങളിലോ ചർച്ചുകളിലോ ക്ഷേത്രങ്ങളിലോ ചടഞ്ഞിരുന്ന് പൂജ നടത്തുന്ന ആളിനെ ആക്രമിക്കാൻ പാടില്ല, സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, പിന്തിരിഞ്ഞോടിയ ആളെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല, പടയാളിയെപ്പോലും. അത്രയും ഉദാത്തമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പിന്നെ ആരോടാ പോരാട്ടം? ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നേരിടാൻ വരുന്ന പടയാളികളോട്. കുട്ടികളെ കൊല്ലാൻ പാടില്ല, പുരോഹിതന്മാരെ കൊല്ലാൻ പാടില്ല, കീഴടങ്ങിയ ആളുകളെ കൊല്ലാൻ പാടില്ല. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ അനുമതിയായേക്കാം, അതല്ലെങ്കിൽ പൊതുവായ നിയമം അതാണ്. പിന്നെ ആരോടാ ഇസ്ലാം പോരാടിയത്? ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ഭരണ നേതൃത്വത്തോട്. അവരെ മാറ്റി ജനങ്ങളെ സ്വതന്ത്രരാക്കുക. ഇത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ഇപ്പൊ ജിഹാദ് തലയിൽ കയറിയിട്ട് കുറെ ആളുകൾ എവിടെ താമസിക്കേണ്ടതെന്ന് അറിയാതെ ആകെ ഉലകം ചുറ്റുകയാണ്, ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം? എന്തിനാണ് ജിഹാദ്? മനുഷ്യന്മാർക്ക് വിശ്വാസം തിരഞ്ഞെടുക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം, ഞാൻ ജിഹാദിനെ നിഷേധിക്കല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മാദിയത്തുൻ ഇലാ ഖിയാമിസ, അന്ത്യനാൾ വരെ ജിഹാദ് ഉണ്ടാവും. പക്ഷെ അത് ഒരു രൂപത്തിലൂടെയല്ല. ജിഹാദിന്റെ ഒരു വശം മാത്രമാണ് ഖിതാൽ, പോരാട്ടം, വാളെടുത്തുള്ള വെട്ടൽ. അതല്ലാത്ത ജിഹാദ് ഉണ്ട്. ഇന്ന് ഈ പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി, അതായത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ദീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി സഹാബികളുടെ കാലത്ത് യുദ്ധം ഉണ്ടായി. ഇന്ന് അങ്ങനെ ഒരു യുദ്ധമില്ലാതെ തന്നെ ആ കാര്യം നമുക്ക് നിർവഹിക്കാൻ പറ്റും. എങ്ങനെയാണത്? ഇന്നത്തെ യുദ്ധം വാളെടുത്തും പരിചയമുള്ള യുദ്ധമല്ല. പിന്നെയോ ജനങ്ങളുടെ മസ്തിഷ്കത്തിനോടാണ് ഈ കാലഘട്ടത്തിലുള്ള യുദ്ധം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന് സംരക്ഷണമായില്ല. പിന്നെയോ അവരെ ദൈക്ഷണികമായി വിദ്യാഭ്യാസം നൽകുകയും ദീനീപരമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവർ അവിശ്വാസികളായി മാറും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ് പേർഷ്യക്കാരോടുള്ള ഏറ്റവും വലിയ വിജയം, നഹാവന്തി യുദ്ധവും അതേപോലെ തന്നെ ഖാദിസിയ യുദ്ധമൊക്കെ നയിച്ചത്. ആ സമയത്ത് പേർഷ്യൻ രാജാവ് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രതിനിധിയെ സംസാരിക്കാൻ വേണ്ടി അയച്ചു തരിക. റിബൈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ചില ആളുകൾ പറയാറുണ്ട് മുഗീറത്ത് ബിൻ ശുഅബയാണ് നിയോഗിച്ചത്, രണ്ടുപേരെയും നിയോഗിച്ചിരുന്നു. അയാൾ ഒന്ന് സംസാരിച്ച് മതിയാവാത്തതുകൊണ്ട് വേറെ ആളെ വിടണമെന്ന് പറഞ്ഞപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പോയതാണ്. റിബൈ ഇബ്നു ആമിർ ഒരു കീറക്കുപ്പായുമായി ഒരു വാളും ഒരു കുന്തവും കുത്തിപ്പിടിച്ചിട്ടാണ് ചെല്ലുന്നത്, ഒരു കോവർ കഴുതയുടെ പുറത്ത്. രാജകൊട്ടാരത്തിലേക്ക് ആളുകൾ പറഞ്ഞു, എവിടേക്കാണ് പോകുന്നത്? രാജാവിൻ്റെ ദർബാറിലേക്കാണോ ഈ കോലത്തിൽ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്, ഇങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. അപ്പോൾ അവർ പറഞ്ഞു, ഒന്ന് നന്നായിട്ട് ചെയ്തുകൂടെ, നന്നായി വേഷമൊക്കെ ഒന്ന് മാറിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, പറ്റില്ല. കഴുതയെ അദ്ദേഹത്തിൻ്റെ ആ സ്വർണ്ണവിരിയുടെ പരവതാനിയുടെ അറ്റത്ത് കെട്ടിയിട്ടു, ഈ കോവർ കഴുതയെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുന്തം കുത്തിയിട്ടാണ് പരവതാനിയിലൂടെ രാജാവിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ചെല്ലുന്നത്, സിംഹാസനത്തിലേക്ക്. അതൊക്കെ കുത്തി കീറിക്കൊണ്ടാണ്. അവർ ക്ഷമിച്ചു. ഏതായിരുന്നാലും യുദ്ധം ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം വേണമല്ലോ. ആ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷമയോടെ പിന്നെ അദ്ദേഹം ചെന്നു. സാധാരണ ചെല്ലുന്നത് പോലെ രാജാക്കന്മാരുടെ മുമ്പിൽ കുനിയണം, അത് അദ്ദേഹം ചെയ്തില്ല. രാജാക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടാണ്, കുനിഞ്ഞിട്ടാണ് അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ. അദ്ദേഹം നേരെ ചെന്നു. അപ്പോൾ രാജാവിൻ്റെ ചോദ്യം എന്താണ്? പട്ടിണിയും പരിവട്ടമൊക്കെ ആയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും ഓരോ 1.5 ദിർഹം തരാം,
രാജാവിൻ്റെ മറുപടിയാണ്, പിരിഞ്ഞു പോയിക്കോളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി, അത് പണ്ട് മുമ്പ് ഞങ്ങൾ കലാപം ഉണ്ടാക്കാറുണ്ടായിരുന്നു, അന്ന് അത് മതിയായിരുന്നു. ഇന്ന് ഞങ്ങൾ വന്നത് അതിനു വേണ്ടിയല്ല. ഇന്ന് ഞങ്ങൾ വന്നത് ഇന്നല്ലാഹ ബിതഅസന ലിനുഖ്രിജൽ ഇബാദത മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. സർവ്വലോക രക്ഷിതാവായ റബ്ബിനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ നയിക്കാൻ, സൃഷ്ടിപൂജയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചതാണ്. എന്നിട്ട് എന്താ വേണ്ടത്? ഒന്നുകൾ നിങ്ങൾ മുസ്ലിം ആവുക, അതിന് തയ്യാറില്ലെങ്കിലോ നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തിന് ജിസിയ നൽകുക, അതിനും തയ്യാറില്ലെങ്കിലോ പോരാടാൻ തയ്യാറാവുക. രാജാവ് ഞെട്ടിപ്പോയി. പരസ്പരം കലഹിച്ചിരുന്ന ദലിതുകളെ പോലെ നമ്മൾ കാണാറുള്ള ഈ അയറാബികൾ വന്നിട്ട് പറയുന്ന വാക്ക്, എവിടുന്നാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള തൻ്റെ ഇടം ലഭിച്ചത്? അത്ഭുതത്തോടു കൂടി ചോദിക്കാൻ, ഒന്ന് ആലോചിച്ചൂടെ? മറുപടി, 3 ദിവസം ആലോചിക്കാം. എന്താ അങ്ങനെ? അതിനപ്പുറത്തേക്ക് നമ്മുടെ യുദ്ധത്തിലൂടെയാണ് പരിഹാരം കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുള്ളത്. അയാൾ ഞെട്ടിപ്പോയി സംസാരം കേട്ടിട്ട്. ഒന്ന്, നിങ്ങൾക്ക് മുസ്ലിം ആവാം, ഞങ്ങളെ പോലെ സഹോദരന്മാരായി മാറാം. അപ്പോഴോ നിങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ട. നജാശിയിൽ നിന്ന് റസൂലിന്റെ രാജ്യം പിടിച്ചെടുക്കാൻ പോയിട്ടില്ല, ബാദാന്റെ അടുത്ത് നിന്ന് രാജ്യം പിടിച്ചെടുക്കാൻ പോയിട്ടില്ല, യമനിൽ നിന്ന്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ മുമ്പ് വിഷയം സംസാരിച്ച സമയത്ത്, യമനിൽ ആളുകൾ വിശ്വാസം സ്വീകരിച്ചത് എങ്ങനെയാണ്? അവിടെയുള്ള രാജാവ് മുസ്ലിമായി. അപ്പോൾ അവിടേക്ക് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി മുആദ് ബിൻ ജബലിനെയും അബൂ മൂസൽ അശ്അരിയെയും അലി ബിൻ അബി താലിബിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ നിയോഗിക്കുക ചെയ്തത്. മുആദിനോട് പറഞ്ഞു, അവരോട് ഷഹാദത്ത് പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ സകാത്ത് പഠിപ്പിച്ചു കൊടുക്കുക. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. ആ സകാത്തൊക്കെ പിടിച്ചെടുത്ത് കെട്ടിയിട്ട് മദീനത്തേക്ക് നീ അയക്കുക എന്നല്ല പറഞ്ഞത്. പിന്നെയോ തുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവിടെയുള്ള ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യുക. അവിടെയുള്ള രാജാവ് ആരാണ്? അവിടെയുള്ള ഭരണാധികാരി തന്നെയാണ്. മുൻദിർ ബിൻ സാവ മുസ്ലിമായി. രാജാവ് ആരാണ്? മുൻദിർ ബിൻ സാവ തന്നെയാണ്. അതേപോലെ അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് മുസ്ലിമാണോ, നിങ്ങളുടെ സ്വത്തും മുതലിനും സംരക്ഷണമുണ്ട്. മുസ്ലിം ആവാൻ തയ്യാറില്ലേ? എന്നാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് രാജ്യം നീങ്ങി, ഇനി നിങ്ങൾ ജിസിയ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാം. ജിസിയ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷേപിക്കപ്പെട്ട സംഗതിയല്ലേ? ഒരു തരത്തിൽ അതിൽ ആക്ഷേപമുണ്ട്, പക്ഷേ അവർക്കതിൽ സംരക്ഷണവുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ കുടിയാന്മാർ നൽകിയിരുന്ന പല ഗ്രേഡിലുള്ള കരങ്ങളെക്കാൾ എത്രയോ ആശ്വാസമാണെന്ത് ജിസിയ എന്ന് പറഞ്ഞാൽ. പ്രായം ചെന്നവർക്ക് ജിസിയ നൽകേണ്ടതില്ല, ജോലിയില്ലാത്ത ആളുകൾക്ക് ജിസിയ നൽകേണ്ടതില്ല. ചെറുപ്പകാലത്ത് അധ്വാനിക്കുന്ന സമയത്ത് ജിസിയ അടച്ചിരുന്നുവെങ്കിൽ പ്രായം ചെന്നാൽ അവർക്ക് റേഷൻ ഇസ്ലാമിക ഗവൺമെന്റ് നൽകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിൽ നിന്ന് പെൻഷൻ കൊടുക്കുകയാണ് ആർക്ക്? അവിശ്വാസികളായ ആളുകൾക്ക്. അതിനൊക്കെ പുറമെ മുസ്ലിങ്ങൾക്ക് ജിഹാദ് ഉണ്ട്, ഇവർ ജിഹാദ് ചെയ്യേണ്ടതില്ല, അവരുടെ കൃഷിയും അവരുടെ വ്യവസായവുമായി കഴിഞ്ഞുകൂടാം, വേറൊന്നുമില്ല. അപ്പൊ ജിസിയ അടച്ച് മുസ്ലിം ആവലാണ് നല്ലത് എന്നതുകൊണ്ട് തന്നെ ആ നാടുകളിലൊക്കെ ഉള്ള ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാത്തവർ അവിടെ തന്നെ ജിസിയ അടച്ചുകൊണ്ട് അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ടാണ് ഈജിപ്തിൽ ക്രിസ്ത്യാനികൾ ബാക്കിയായത്, ലബനാനിൽ ബാക്കിയായത്, സിറിയയിൽ ബാക്കിയായത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് മിസ്റിലെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അവിടെയുള്ളൊരു കിബത്തിയുടെ മകനെ അടിച്ചു. അദ്ദേഹം പരാതിയുമായി മദീനത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗവർണർ എൻ്റെ മകനെ തല്ലിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ വടിയെടുത്തിട്ട് രണ്ടാളെയും പ്രഹരിച്ചു. ആരെ പ്രഹരിച്ചു? കിബത്തിയെയും അയാളുടെ മകനെയല്ല, പിന്നെയോ മഹാനായ അംർ ഇബ്നുൽ ആസിനെയും മകനെയും. എന്നിട്ട് ചോദിക്കുകയാണ്, സ്വതന്ത്രരായി പ്രസവിക്കപ്പെട്ട മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് മുതലാണ് അടിമകളാക്കാൻ തുടങ്ങിയത്? പക്ഷേ ആ കിബത്തിയും മകനും മരിക്കുന്നത് വരെ മുസ്ലിം ആയിട്ടില്ല. ഇസ്ലാമിന്റെ ഈ നല്ല സ്വഭാവം കണ്ടിട്ട് അവർ മുസ്ലിം ആയിട്ടില്ല, അവർ ഇന്നും അങ്ങനെ തന്നെയാണ്. മറിച്ച് ഇസ്ലാമിനെതിരെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളും വരാറുള്ളത് അവരിൽ നിന്നുമാണ്. അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ എല്ലാ നന്മയും തിരിച്ചറിഞ്ഞിട്ട് പോലും മുസ്ലിം ആവാത്ത ഒരുപാട് ആളുകൾ, പലരും ഇന്ന് മുസ്ലിം ആവാറുണ്ട്. ഏതായിരുന്നാലും 14 നൂറ്റാണ്ടിന് ശേഷവും അവരവിടെ ബാക്കിയായത് എന്തുകൊണ്ടാണ്? ഈ വാട്ട് പറയുന്നുണ്ട് തെളിവായി. മുസ്ലിങ്ങൾ ആരെയും നിർബന്ധിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ ലോകത്തുള്ള ഒരു വ്യക്തിയും അറിയാതെ അവരെ മണ്ണിനടിയിലേക്ക് ആക്കാൻ പറ്റിയ സൈന്യവും എല്ലാ തരത്തിലുള്ള അധികാരവുമുള്ള സമയത്താണ് അവരൊക്കെ അവിടെ ഉണ്ടായത്. മുസ്ലിങ്ങൾ കീഴടക്കിയ പ്രദേശത്തുണ്ടായിരുന്ന അവരുടെ ക്ഷേത്രങ്ങളും അവരുടെ ആരാധനാ സ്ഥലങ്ങളും അവിടെ ബാക്കിയായിരുന്നു. അത് തകർത്തിട്ടില്ല, തകർക്കാൻ പാടില്ല എന്ന് സഹാബിമാർക്കുള്ള കൽപ്പനയായിരുന്നു. അപ്പോൾ പിന്നീട് ഈ ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് സഹാബിമാർ പുറപ്പെട്ടത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് തീർത്തും ഉറപ്പിച്ചു പറയാൻ പറ്റും.
മുസ്ലിം ആവാൻ വേണ്ടി ആരെയും നിർബന്ധിച്ചിട്ടില്ല. ആവേണ്ടവർക്കാകാൻ പറ്റണം, അത് പാടില്ല എന്ന് പറയുന്നതിനെതിരെയാണ് അവിടെ യുദ്ധം ഉണ്ടായത്. ഇതാണ് ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാസികൾ ആവാൻ വേണ്ടി ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകണം, അതിനുവേണ്ടിയാണ് പോരാട്ടം. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ വാളെടുത്ത് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. പക്ഷേ അത് ഓരോ രാജ്യത്തിലെയും ആളുകൾ തീരുമാനിക്കേണ്ടതാണ്. ഭരണകൂടങ്ങളാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇസ്ലാമിക രാജാക്കന്മാർ, വ്യക്തികളല്ല അത്തരമുള്ള ജിഹാദിലേക്കും മറ്റുമൊക്കെ ആളുകളെ നയിക്കേണ്ടത്. അങ്ങനെയുള്ള ഭരണകൂടങ്ങൾ തന്നെ അവർക്കൊരു സൈന്യം ഉണ്ടായേക്കാം, പിന്നെ ജിഹാദിന് വളണ്ടിയേഴ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണ്, അവർക്ക് പ്രത്യേകം പട്ടാളക്കാരും പോലീസുകാരും ഉണ്ട്, അവരാ കാര്യങ്ങൾ നടപ്പാക്കിക്കോളും. എന്നോട് സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, RSSകാരെ പോലെയുള്ള ആളുകൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നടക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെ ജിഹാദ് നടത്തണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ RSSകാർക്കെതിരെ തിരിച്ച് നടത്തുന്ന തല്ലിന്റെ പേരല്ല ജിഹാദ്. ഇന്ത്യയിൽ എത്ര ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു, ലോകത്ത് മുസ്ലിങ്ങളാണ് അവർ മുഴുവൻ. മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ, ജഡ്ജിമാർ വരെ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ഹൈക്കോടതിയിലെ ജഡ്ജിമാരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയി. എന്തേ പറ്റിയെന്ന് അറിയൂല. മുസ്ലിങ്ങളാണോ? അല്ല. ഇസ്ലാമിക പ്രശ്നങ്ങളുടെ പേരിലാണോ പല ആളുകളോടെ പീഡിപ്പിക്കപ്പെടുന്നത്, അക്രമത്തിനിരയാവുന്നത്? അല്ല. മുസ്ലിങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് നീതിക്ക് വേണ്ടി മറവിളി കൂട്ടുന്നത്? അതിനൊരു നിയമമുണ്ട്, ആ നിയമത്തിലൂടെ അവരും പ്രവർത്തിക്കുക. മുസ്ലിങ്ങൾക്ക് മാത്രം പ്രത്യേകം ഒരു ദുരന്തം അവിടെ ഉണ്ടായിട്ടില്ല. അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായിരുന്നാലും അത് നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ, അട്ടിമറിയിലൂടെ, ആരും കാണാതെ ഒരാളുടെ പോയി കൈവെട്ടുക, എന്നിട്ട് വെട്ടിയ ആളുകളൊക്കെ ഓടിപ്പോയി, പിന്നെ അവരുടെ കുടുംബങ്ങളെ വന്നിട്ട് ആളുകൾ ശല്യം ചെയ്യുക, ഇതാണോ ജിഹാദ്? അങ്ങനെ ആണത്തുണ്ടെങ്കിൽ നേരെ പോയി പറയണം, ഞാനാണ് വെട്ടിയത്. ഈ പറയുന്ന ജിഹാദിന്റെ ആളുകൾക്ക് ധൈര്യം അവിടെ പോവാൻ, പിന്നെ അവരുടെ അഡ്രസ്സ് കാണുന്നില്ല. ഞാനവരെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള പുരോഹിതന്മാരാണ് ഈ ഇസ്ലാം ദീനെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത് എന്നാണ്. അതിന് പിന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. തിരുത്തണം. എന്താണ് ജിഹാദ് എന്ന് മനസ്സിലാക്കണം. ജിഹാദ് ഏറ്റവും നല്ല രൂപത്തിൽ നിന്ന് നിർവഹിക്കാൻ പറ്റും. വാളുകൊണ്ടല്ലാത്ത ജിഹാദ് ഇസ്ലാമിലുണ്ട്. അത് പ്രബോധനത്തിലൂടെ, ആധുനിക മാർഗത്തിലൂടെ നിങ്ങൾ ഇസ്ലാമിനെ സഹായിക്കാൻ, പ്രബോധനത്തിലൂടെ അവരുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് നിങ്ങൾ ഇസ്ലാമിനെ എത്തിക്കാൻ പറ്റും. അമേരിക്കൻ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ മകൾക്ക്, അങ്ങനെ ലോകത്തെ ഏതെല്ലാം വലിയ വലിയ ആളുകളുണ്ടോ അവരുടെയൊക്കെ വീട്ടിലേക്ക്, അവരുടെ മണിയറയിലേക്ക് ഇസ്ലാമിനെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അതിന് യുദ്ധത്തിന്റെ ആവശ്യമില്ല, ഈ രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം യുദ്ധമൊന്നും ഇല്ലാന്നല്ല. യുദ്ധം വേണ്ട സമയത്ത് അത് വേണ്ടി വരും. അത് വേണ്ട ആളുകൾ നോക്കിക്കോളും. എല്ലാ കാര്യവും നമ്മൾ തന്നെ പിന്നെ തലയിൽ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇസ്ലാമിക നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തോളും എന്ന് സാന്ദർഭോചിതമായി ഉണർത്തുകയാണ്. അപ്പൊ ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ ഒക്കെ ലക്ഷ്യങ്ങൾ ഇതാണ് പ്രധാനമായ വിഷയത്തിൽ പഠിക്കാനുള്ളത്. അതല്ലാതെ ഏതെങ്കിലും പ്രദേശത്തുള്ള ആളുകളെ ശത്രുക്കൾ പറഞ്ഞ അവസാനം ഞങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയ്ക്ക് മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നില്ല സഹായിമാരുടെ ജിഹാദ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറേബ്യയുടെ പുറത്തേക്ക് കഅബ് ബിൻ അംർ തമീമി, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇയാദ് ബിൻ ഉൽബ് എന്നീ തുടങ്ങിയ സഹാബിമാരെ നിയോഗിച്ചു പേർഷ്യൻ സാമ്രാജ്യത്തിനോട് പോരാടാൻ വേണ്ടി. മുസന്നബിൻ ഹാരിസ് ഷെയ്ബാനി എന്ന് പറയുന്ന സഹാബി പേർഷ്യയുമായി അതിരിടുന്ന പ്രദേശങ്ങളിൽ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവിടെയുള്ള നാടുവാഴികൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കാറുണ്ട്. അവർക്കിടയിലുള്ള രാജാവിന്റെ, മദീനയിലെ ഖലീഫയുടെ നിർദ്ദേശാനുസരണം പോരാട്ടത്തിൽ ഏർപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പേർഷ്യയുമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കൽ ആവശ്യമാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയും അതിനുവേണ്ടി മുർത്തദ്ദുകളെ അമർച്ച ചെയ്ത പ്രമുഖനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഖാലിദ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഖാലിദിന്റെ നേതൃത്വം അംഗീകരിക്കുക, നിങ്ങൾ പോരാട്ടത്തിലേക്ക് പുറപ്പെടുക. ആദ്യമായി അവർ പുറപ്പെട്ടത് ഉബുല്ല എന്ന് പറയുന്ന പേർഷ്യക്കാരുടെ തുറമുഖം ആക്രമിക്കാൻ വേണ്ടിയാണ്. ആ സ്ഥലം ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ ഫർജിൽ ഹിദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉബുല്ല എന്നാണ് ആ ടൗണിന്റെ പേര്, ആ അന്നത്തെ ആ പട്ടണത്തിന്റെ പേര്. ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് കാദിമ എന്ന പേരിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കുവൈത്തിലാണ്. കുവൈറ്റിലെ ജഹറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുവൈത്തിലാന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ വേറെ സ്ഥലമൊന്നും പറയേണ്ട ആവശ്യമില്ല, ചെറിയൊരു പ്രദേശമാണ്. ഇനി വ്യക്തമായി പറയുകയാണെങ്കിൽ ആ പറഞ്ഞ സിറ്റിയുടെ അടുത്താണ്, സിറ്റിയിലെ ഈ പറഞ്ഞ സ്ഥലത്തിനടുത്താണ് കാദിമ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അതിന്റെ തൊട്ടടുത്താണ് ഉബുല്ല എന്ന് പറയുന്ന പട്ടണമുള്ളത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉബുല്ലയിലേക്ക് പുറപ്പെട്ടു. കാരണം അവരുടെ എല്ലാ തരത്തിലുള്ള വാണിജ്യവും വ്യവസായമൊക്കെ നടക്കുന്ന സാമ്പത്തിക നഗരമാണ് ഉബുല്ല. അത് കീഴടക്കാൻ വേണ്ടി
അദ്ദേഹം പുറപ്പെട്ട വിവരം ഹുർമുസ് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇറാഖ് ഭരിച്ചിരുന്ന, അന്ന് ഇറാഖ് എന്ന പേരിൽ കാര്യമായി അറിയപ്പെടാറില്ല, പേർഷ്യയിൽ ഭരിച്ചിരുന്നത് സാസാൻ ഭരണകൂടമാണ്. അവരുടെ കീഴിൽ അറേബ്യയിലുള്ള ആളുകളെ, അറേബ്യൻ ഇറാഖിനെ ഭരിച്ചിരുന്നത്. അന്ന് ഇറാൻ എന്നുള്ള രാജ്യം നിലവിലില്ല. 1930-കൾക്ക് ശേഷമാണ് ഇറാൻ നിലവിൽ വന്നത്. അതിനു മുമ്പ് ഇറാഖ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണത്. അവരറിയപ്പെട്ടിരുന്നത് പേർഷ്യൻ ഭരണകൂടം എന്ന പേരിലാണ്. സാസാൻ രാജാവിൻ്റെ ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന ഉപരാജാവായിരുന്നു മനാദിറകൾ എന്ന അറബിയിൽ പറയുന്ന ഭരണകൂടം. അവരുടെ തലസ്ഥാനം ഹീറയായിരുന്നു. അറേബ്യയുടെ ക്യാപിറ്റലായിരുന്നു ഈ ഹീറ എന്ന് പറയുന്നത്. അവർ അറബികൾ തന്നെയാണ്. അവരുടെ സാമ്പത്തിക തുറമുഖമാണ് ഈ പറയുന്ന ഉബുല്ല. ഉബുല്ലെ ആക്രമിക്കാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് വരുന്നു എന്ന വാർത്ത കേട്ടതോടുകൂടി അവരുടെ സൈനിക കമാൻഡർ ഹുർമുസ് നേരെ അറേബ്യയിലേക്ക് പുറപ്പെട്ടു. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ച് കഥ കഴിക്കാൻ വേണ്ടി. ഇതൊക്കെ കേട്ടിട്ട് വാർത്തകളൊക്കെ അറേബ്യയിൽ നിന്ന് എത്തുമ്പോൾ അദ്ദേഹം അരിശം കൊള്ളുകയാണ്. അറബികളോട് ഏറ്റവും വെറുപ്പും പകയും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഹുർമുസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രജകളായ അറബികൾ, ഇറാഖിലുള്ള ആളുകൾ അറബികളാണ്, ഹീറയിലുള്ള പ്രജകള്, അവർക്കൊക്കെ ഇയാളോട് ദേഷ്യവുമാണ്. അറബികളോടുള്ള ഈ കലി തീർക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം സൈന്യവുമായി 100,000-ലേറെ സൈന്യത്തെ നയിച്ചുകൊണ്ട് ഈ കാളിമ എന്ന പ്രദേശത്തിനടുത്തുള്ള ഹഫീറുൽ ബാത്തിനല്ല, അവിടെ ഹഫീർ എന്ന് പറഞ്ഞൊരു സ്ഥലം അതിനടുത്തുണ്ട്. അത് ആധുനിക ബസറയുടെ സമീപത്താണ് ആ സ്ഥലത്തുള്ളത്. അന്ന് ബസറയും കൂഫയൊന്നുമില്ല, അതൊക്കെ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് പണിയേൽപ്പിച്ച നഗരങ്ങളാണ്. ആ പ്രദേശത്തെ ലക്ഷ്യമാക്കി അവൻ പുറപ്പെട്ടു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകാതെ നേരെ തെക്കോട്ട്, നേരത്തെ പറഞ്ഞ കാളിമ എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെയാണ് ഉബുല്ലെ ആക്രമിക്കാൻ പുറപ്പെട്ടത്. 1.5 ലക്ഷം സൈന്യവുമായി ഹുർമുസ് പുറപ്പെടുകയാണ്. അത് ഖാലിദ് വലീദിന്റെ കൂടെയുള്ള ഭക്ഷണം വേണ്ടാത്ത ആൾക്കാരല്ല, പിന്നെയോ അതിന് കുക്കുമാരിന്റെ പ്രത്യേകം ഉണ്ടാവും, ഡോക്ടേഴ്സ് പ്രത്യേകം ഉണ്ടാവും, വസ്ത്രത്തിന്റെ ആൾക്കാരുണ്ടാവും. വ്യവസ്ഥാപിതമായ ഒരു ആധുനിക സൈന്യമാണ് ആരുടെ അടുത്തുള്ളത്? ഹുർമുസിന്റെ അടുത്തുള്ളത്. അതിന്റെ കമാൻഡറാണ് ഹുർമുസ്. ഖാലിദ് വലീദിന്റെ അടുത്തോ 2000 സൈന്യമായിട്ടാണ് മദീനയിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ യമാമയിൽ നിന്ന് മുസന്നയുടെ കൂടെ ഉണ്ടായിരുന്ന 4000-നെ കൂടെ കൂട്ടി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വസിയത്ത് മുർത്തദ്ദായി മടങ്ങി വന്ന ഒരാളെയും കൂട്ടാൻ പാടില്ല, യുദ്ധത്തിന് നിർബന്ധിച്ച ഒരാളെയും കൂടെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഹുർമുസിനെ കത്തെഴുതിയത്, ഞാനിതാ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് മുസ്ലിം ആവാം, ഇസ്ലാമിക രാജ്യത്തെ പ്രജകളായി ജീവിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജിസിയ ചെയ്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തെ അമുസ്ലിങ്ങളായി കഴിഞ്ഞുകൂടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാളെടുത്ത് നമ്മളുടെ കൂട്ടത്തിൽ ആരാണ് ജയിക്കുന്നത് എന്ന് നോക്കാൻ ആ യുദ്ധത്തിലേക്ക് വരാം. ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കൂടെയുള്ള സൈന്യം യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാ. അത് നടപ്പിലാക്കാൻ എൻ്റെ അടുത്തുള്ളത് എന്താണ്? നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ മരണം കൊതിക്കുന്ന കുറച്ച് ആളുകളെയും കൂട്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഹുർമുസിന് എഴുതി അയച്ചിട്ടുള്ളത്. അവൻ വഴിയിൽ വന്ന് ടെന്റ് അടിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു നേരെ റൂട്ട് മാറ്റിയിട്ട് ഉബുല്ലയെ വടക്ക് ഭാഗത്ത് ആക്രമിക്കാൻ വേണ്ടി കാദിമയിലൂടെ പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹം വീണ്ടും, ഉബുല്ല കാലിയാണ്, സൈന്യം മുഴുവൻ വഴിയിലാണുള്ളത്, നേരെ അറേബ്യ ആക്രമിയുടെ വഴിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ച് സൈന്യത്തെയും കൂട്ടി അങ്ങോട്ട് തന്നെ ഓടി ഉബുല്ലയിലേക്ക്. ഖാലിദ് റളിയല്ലാഹു അൻഹു നേരെ വീണ്ടും വടക്കോട്ട്. ഈ ഖാലിദിന്റെ കൂടെ ഉള്ളത് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ രൂപത്തിൽ നാടോടികളായ അറബി അങ്ങനെ ശീലിച്ചവരാണ്, ബദു ശൈലി സ്വീകരിച്ച ആളുകളാണ്. അവരെ സംബന്ധിച്ചുള്ള ഓടുക, ഉറങ്ങാതിരിക്കുക, യാത്ര പോകുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. ഈ സൈന്യത്തെ നയിച്ച അയാൾ വീണ്ടും ഇങ്ങോട്ട് കോപം കൊണ്ട് കയറിയ ഹുർമുസ് കാദിമയിൽ ടെൻ്റടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ അടുത്ത്, വെള്ളവും തടാകമുള്ള സ്ഥലത്ത്. ഇനി ഇവിടുന്ന് പോകുന്ന കാര്യമില്ല, ഇവിടെ വെച്ചിട്ട് കഥ കഴിക്കാം മുസ്ലിങ്ങളെ എന്ന അർത്ഥത്തിൽ. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു അല്പം മരുഭൂമിയുടെ പ്രദേശം കിട്ടാൻ വേണ്ടിയാണ് കുവൈത്തിലെ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അന്ന് കുവൈത്ത് എന്നുള്ള പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് നോക്കേണ്ട വിഷയമാണ്. ഏതായിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിതമായ ഒരു സൈന്യമാണ്. ഒന്നിച്ച് സൈന്യം നീക്കം നടത്തുക, ആക്രമിക്കുക എന്നുള്ളതാണ് അറിവുള്ളത്. അറബികളെ സംബന്ധിച്ചിടത്തോളം ദ്വന്ദ്വയുദ്ധം, ആ വെട്ടലും ചാടലും തുള്ളലും ഒക്കെയാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കൈക്കരുത്ത് കൊണ്ടും വെട്ടൽ കൊണ്ടുമാണ് അവരുടെ ജയം. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ യുദ്ധമാണ് അവർക്ക് പരിചയമുള്ളത്. അതുകൊണ്ടാണ് മരുഭൂമിയുടെ ഭാഗം കിട്ടാൻ വേണ്ടി ഈ കാദിമ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവരെങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നതാണ്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേക്ക് സൈന്യവും ആളുകളൊക്കെ ആകെ കുഴഞ്ഞിട്ടുണ്ട്. 1-2 ദിവസത്തിനിടയിലാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ കാദിമയിൽ വെച്ച് 2 സൈന്യവുമായി ഏറ്റുമുട്ടുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ 3ആയി ഭാഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹുർമുസും അത് നോക്കിയിട്ട് ആ രൂപത്തിൽ തന്നെ തരംതിരിച്ചു. അപ്പുറത്തും പേർഷ്യൻ ഭരണകൂടത്തിലെ ഭരണ കുടുംബത്തിലെ 2 കമാൻഡർമാരെ, അബൂ ശുജാൻ അതേപോലെ ഖബാദ് എന്ന 2 കമാൻഡർമാർ,
മധ്യത്തിലുള്ള ഏറ്റവും ശക്തമായ സൈന്യത്തിന്റെ നേതൃത്വം ഹുർമുസിന്റെ കയ്യിൽ. മുസ്ലിങ്ങളുടെ അടുത്ത് രണ്ട് ഭാഗത്തും സഹാബിമാര്, ഖാലിദ് റളിയല്ലാഹു അൻഹു നടുവിൽ. ഒരു ഭാഗത്ത് കാക്കായുണ്ട്, വേറെ ഭാഗത്ത് മറ്റൊരു സഹാബിയുണ്ട്. അങ്ങനെ കാദിമയിൽ വെച്ച് പോരാട്ടം ആരംഭിക്കുകയാണ്. ഹുർമുസിന് എല്ലാ വിവരങ്ങളും ലഭിച്ചു. ഖാലിദിന്റെ സ്വഭാവം യുദ്ധത്തിൽ തോക്കുന്ന പരിപാടിയില്ല, അയാളെ യുദ്ധം ചെയ്തവരെ കഥ കഴിയും. പക്ഷെ അതൊന്നും കേട്ടിട്ട് ഹുർമുസിന് സമാധാനം വരുന്നില്ല. എന്നാൽ പിന്നെ അവനോട് കൊന്നാൽ മതിയല്ലോ. അതിന് അവനൊരു പ്ലാൻ തയ്യാറാക്കി. ആദ്യമായി ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഖാലിദിനെ വധിക്കുക. അതിന് യുദ്ധത്തിനിറങ്ങുന്നത് അവൻ തന്നെയാണ്. കാരണം പേർഷ്യയിലെ 1-ാം നമ്പർ പടയാളിയാണ് ഹുർമുസ്. ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുമ്പോഴേക്ക് ഒരുപക്ഷെ കൊല്ലാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരോട് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് ചാടി ഖാലിദിനെ വധിക്കുക. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി രണ്ട് സൈന്യവും മുഖാമുഖം എത്തി. അവരവിടുന്ന് വെല്ലുവിളിച്ചു, എവിടെ പോയി നിങ്ങളുടെ ഖാലിദ്? ഇങ്ങോട്ട് വരട്ടെ, ഞാനുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണോ? ഖാലിദ് റളിയല്ലാഹു അൻഹു കുതിരയുമായി നേരെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു. രണ്ടാളും പരസ്പരം ഓരോ വെട്ടി. ആർക്കും രണ്ടാളെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. വെട്ടുകൾ നടക്കുന്നു. രണ്ടാളും മർമ്മം നോക്കിയിട്ട് ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഉടനെ ഹുർമുസ് കുതിരപ്പുറത്ത് ചാടിയിട്ട് താഴെ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹു താഴേക്ക് ചാടി അതിൻ്റെ കൂടെ അവൻ്റെ മേലേക്കും ചാടി. അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് തലയും കടത്തു. ആരുടെ? ഹുർമുസിന്റെ. പക്ഷെ അവന്റെ പ്ലാൻ അനുസരിച്ച് അവന്റെ അംഗരക്ഷകർ ഞൊടിയിടയിൽ ഖാലിദിനെ വധിക്കാൻ വേണ്ടി വന്നു. ഖാലിദ് അകപ്പെടുന്നത് റളിയല്ലാഹു അൻഹു ഒരു ട്രാപ്പിലാണ്. പക്ഷേ ഈ കാര്യം കഅബ് ഇബ്നു അംർ തമീമി എന്ന് പറയുന്ന സഹാബി മനസ്സിലാക്കിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, ലാ യുഹ്സമു ജയ്ഷുൻ ഫീഹി മിസ്ലു ഹാദാ, ഇതുപോലെയുള്ള ഒരു വ്യക്തിയുള്ള ഒരു സൈന്യത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ ഒരുപാടുണ്ട്. അദ്ദേഹം മുൻകൂട്ടി തന്നെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ അവിടുന്ന് ആരെങ്കിലും ഹുർമുസിനെ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ? പുറപ്പെട്ടതോടുകൂടി ഇവിടുന്ന് കഅബ് ഇബ്നു അംർ തമീമി ചാടി വീണു. പിന്നീട് രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് വന്ന ഈ അംഗരക്ഷകരായ 3-4 പേരെ വകവരുത്തി. അതോടുകൂടി സൈന്യത്തിലാകെ അങ്കലാപ്പായി. കമാൻഡർമാർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. രണ്ട് വിഭാഗവും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഏറെ വൈകാതെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഈ ലക്ഷക്കണക്കിന് എണ്ണമുള്ള പടയാളികൾ, 18,000 വരുന്ന വെണ്ടരൂപത്തിൽ പരിചയമോ യുദ്ധസാമഗ്രികളോ ഇല്ലാത്ത സൈന്യത്തിന് മുമ്പിൽ തോറ്റ് പരാജയപ്പെട്ടു, പിൻവലിഞ്ഞു. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അതാണ് കാദിമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന യുദ്ധം. അവിടെയുള്ള ഏറ്റവും വലിയ അത്ഭുതം ഈ ഹുർമുസിന്റെ പടയങ്കി, പടത്തൊപ്പി, പടവാള്, പരിച തുടങ്ങിയ സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു അവകാശപ്പെട്ടതാണ്. അതായത് ഈ യുദ്ധത്തിൽ ഇങ്ങനെ നേർക്കുനേരെ പോരാട്ടത്തിൽ ആരാണോ എതിരാളിയെ വധിക്കുന്നത് അവനുള്ള സ്വകാര്യ സ്വത്തായിട്ട് വിധിക്കപ്പെടും. അത് അദ്ദേഹം മദീനയിലേക്ക് അയച്ചു എന്നാണ് ഒരു ചരിത്രത്തിൽ വായിക്കാൻ പറ്റിയത്. ഈ ഹുർമുസിന്റെ പടയങ്കി ലണ്ടനിലെ മ്യൂസിയത്തിലുണ്ട്, സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ശരിയായിരിക്കാം. അതായിരുന്നു ലോകത്തെ അന്നത്തെ ഏറ്റവും വില കൂടിയ പടത്തൊപ്പി. 1,00,000 ദിർഹമായിരുന്നു അന്ന് അതിന് വില. അന്ന് ലക്ഷമല്ല, 100,000 100 1000 അല്ലെ, 100,000 അവിടെ എത്തിയിട്ടുള്ള സംഖ്യ. ഏതായിരുന്നാലും ഈ പടയങ്കിയാണ് അവൻ ധരിച്ചിരുന്നത്. കാരണം അവരുടെ കൂടെ ദർജ കൂടിക്കഴിഞ്ഞാൽ സ്റ്റാർ വർദ്ധിച്ചതിനനുസരിച്ച് ഇതിൽ രത്നങ്ങൾ പിടിപ്പിക്കലാണ്. ആ രത്നങ്ങളുടെ വിലയാണ് ആ പറഞ്ഞത്. പക്ഷെ അവന് രക്തത്തിന്റെ മൂല്യം അവനുണ്ടായില്ല. സഹാബികൾക്ക് മുന്നിൽ, ഖാലിദ് റളിയല്ലാഹു അൻഹു മുമ്പിൽ പടഞ്ഞ് മരിക്കേണ്ടി വന്നു. യുദ്ധത്തിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. ഒരു അത്ഭുതമായിരുന്നു അത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ നീക്കം അറിഞ്ഞ സമയത്ത് തന്നെ ഹുർമുസ് ഷിയറവൈഹിക്ക് കത്തെഴുതിയിരുന്നു. ഷിയറവൈഹി എന്ന് പറഞ്ഞാൽ സാസാൻ ഭരണകൂടത്തിലെ രാജാവ്. അതിന്റെ തലസ്ഥാനം മദായിനാണ്. മദായിൻ എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ പേരാണ്. അന്ന് ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ടാണ് ആ പേര് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതിന് പിൽക്കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാവില്ല. ഇതൊക്കെ രൂപപ്പെട്ടു വന്ന കാലത്ത് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്, അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ പറയുന്ന പേര് സ്റ്റെഫിനോ എന്നാണ്. നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ പേരിലാണ്. CETP, അതാണ് സ്റ്റെഫിനോ എന്ന പേരിലാണ് അത് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. തലസ്ഥാനത്തേക്ക് കത്തെഴുതിയിരുന്നു, ഇങ്ങനെ അറബികൾ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഉടനെ അവിടെയുള്ള ഏറ്റവും വലിയ ശക്തനായ കമാൻഡറിന്റെ അടുത്ത് പട്ടാളത്തെ നിയോഗിച്ചിട്ടുണ്ട്, 1,00,000 വരുന്ന സൈന്യത്തെ തന്നെ. പക്ഷേ ഹുർമുസിന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അതല്ലാതെ തന്നെ ഇവരെ തോൽപ്പിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പോന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കൊല്ലപ്പെട്ടതിന്റെ ബാക്കി തോറ്റോടിയ ആളുകൾ പിന്നീട് പിരിഞ്ഞ് രാജാവിന്റെ അടുത്തേക്ക് പോവാണ്. രാജാവ് ഹുർമുസിന്റെ കത്തനുസരിച്ച് നിയോഗിച്ച 2ാമത്തെ സൈന്യം പുറപ്പെട്ട് മദാർ എന്ന സ്ഥലത്ത് ടെന്റടിച്ച് കാത്തിരിക്കുകയാണ്. അവരിലേക്കാണ്
ഈ പറയുന്ന സൈന്യം ഓടിയെത്തിയത്. ഖാലിദ് നഗറിന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളുടെ ഒരു മാപ്പാണ്, അല്ലെങ്കിൽ ഖാലിദ് നഗർക്ക് നയിച്ച യുദ്ധങ്ങളുടെ മാപ്പാണ് ഈ കാണുന്നത്. ഈ കാദിമ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണുള്ളത്. പിന്നെ മദാർ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് മാറിയിട്ടാണ്. പിന്നീട് നടന്ന യുദ്ധങ്ങൾ വലജ, ഉല്ലൈസ്, ഇവിടെയാണ് ഹിയറ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഈ മനാദിറ ഗോത്രങ്ങളുടെ പിന്നെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു. പിന്നീട് ഐനുത്തമ്ര, അതേപോലെ ഈ പ്രദേശങ്ങളിലൊക്കെ 12ഓളം ഘോര യുദ്ധങ്ങളാണ് പേർഷ്യക്കാരുമായി ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ളത്. അതിനുശേഷവും അവർ പരാജയപ്പെട്ടിരുന്നില്ല. പിന്നീട് ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ് ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവർ ടെൻ്റടിച്ചിരുന്ന ഈ സ്ഥലം മദാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭരണകൂടം നിലനിർത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കൂട്ടിയിട്ടാണ് സൈന്യം എത്തിയിട്ടുള്ളത്. അവരെയുമായിട്ടാണ് മദാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സൈന്യം ടെൻ്റടിച്ചത്. അതിൻ്റെ കമാൻഡറായി നിയോഗിക്കപ്പെട്ടിരുന്നത് കാരിൻ ബിൻ ഖറിയാനൂസ്. ഈ അറബിയിലെ പേർഷ്യൻ പേരുകളൊക്കെ പരിഭാഷപ്പെടുത്തിയതായിരിക്കും. അവൻ്റെ നേതൃത്വത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവൻ വളരെ നല്ല സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു. ഒരു നദിയുടെ പിന്നെ അടുത്താണ് അവർ ടെൻ്റടിച്ചത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിലുള്ളത് മരുഭൂമി പ്രദേശങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളവും കാര്യങ്ങളും ലഭിക്കാനുണ്ട്. പിന്നീട് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ഈ നദിയിലൂടെ ബോട്ടുകളും കാര്യങ്ങളും ഒരുക്കി നിർത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരുപാട് നയതന്ത്രപരമായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. കാരണം ആദ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഖാലിദിന്റെ പ്ലാൻ അനുസരിച്ചാണ് യുദ്ധം സംഭവിച്ചത്. ഇപ്പോൾ ഇനി പ്ലാന് കുറവ് വന്നിട്ട് പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് തന്നെ മദാർ വളരെ ആസൂത്രണത്തോടു കൂടിയാണ് കാരിൻ ബിൻ ഖറിയാനിസ് എന്ന് പറയുന്ന ഈ കമാൻഡർ തിരഞ്ഞെടുത്തത്. അങ്ങനെ പിന്നെ സൈന്യത്തെ അണിനിരത്തി അറബികൾ അല്ലെ ആ കാലഘട്ടത്തിലെ യുദ്ധശൈലി അനുസരിച്ച് ദ്വന്ദ്വയുദ്ധമാണ് ആരംഭിക്കുന്നത്. അവന് വേണ്ടതും ഖാലിദിനെയാണ് റളിയല്ലാഹു അൻഹുവിനെ. ഖാലിദ് റളിയല്ലാഹു അൻഹു ഭീരുവായിരുന്നില്ല. അദ്ദേഹം ഈ മുബാറസത്തിന് വേണ്ടി, അതായത് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ സഹായിമാരുടെ കൂട്ടത്തിൽ നിന്ന് പ്രമുഖരായ കഅക്കാബ് ബിൻ അംർ തമീമിയുടെ സഹോദരൻ ആസിം ബിനുൽ കഅക്കാബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അദീബ് ബിൻ ഹാത്തിം, മഅക്കൽ ബിൻ ആയിഷ എന്ന് പറയുന്ന ഈ 3 സഹായിമാരുമായിരുന്നു ഓരോ പിന്നെ വിങ്ങിൻ്റെയും കമാൻഡർമാരായി ഉണ്ടായിരുന്നത്. അവർ മുന്നോട്ട് വന്നു. അതിലൊരാൾ കാരിനെ വധിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ഈ പിന്നെ വധം സംഭവിക്കുന്നത്. അവർ പ്രതീക്ഷിക്കാത്തതാണ്. ഖാലിദിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഖാലിദ് ഇറങ്ങിയപ്പോഴേക്ക് കൂട്ടത്തിൽ നിന്നൊരു പിന്നെ കരുത്തനായ സഹായിമാർ രംഗത്ത് വന്നപ്പോൾ ഖാലിദ് റളിയല്ലാഹു മാറി. ഒരാൾ മുന്നോട്ട് കുതിച്ചു, അവനെ വധിച്ചു. പിന്നീട് നേർക്ക് നേരെ കണ്ട അപ്പുറത്തുള്ള സൈനിക കമാൻഡർമാരെയും, അതിലൊന്ന് നേരത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂ ശുജാൻ എന്ന് പറയുന്ന അവൻ ഓടിപ്പോയതായിരുന്നു. ഈ പിന്നെ നേരത്തെ നടന്ന പോരാട്ടത്തിൽ അവനും അതേപോലെ തന്നെ കബാദ് എന്ന് പറയുന്ന രാജകുടുംബത്തിലെ കമാൻഡറും അവിടെ വെച്ച് തന്നെ ഇതൊന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് അവിടെ നടന്ന ഘോര യുദ്ധം, അതിൽ അവർ പരാജയപ്പെട്ടു. ഇവർ ആക്രമിക്കാൻ പോയത് എന്തായിരുന്നു? ഈ ഉബുല്ല എന്ന് പറയുന്ന പട്ടണത്തെയാണ്. അങ്ങോട്ട് ചെന്നിട്ടില്ല. ഇതിനിടയിലാണ് ഈ ഉപരോധത്തിൽ കഴിയുന്ന സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഉബുല്ലയിലേക്ക് സഹായിമാരെ പറഞ്ഞയച്ചു. അതിനെ അവർ കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഇതോടുകൂടി അവർക്ക് മതിയായില്ല. കാരണം ഈ സമയങ്ങളിലൊക്കെ ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞോടിയ ആളുകളെ പുറകെ പോയി കൊല്ലുകയോ പിടികൂടിയ ആളുകളെ വധിക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര യുദ്ധം കഴിഞ്ഞാലും പിന്നെ ഇവർ ഇവിടെ വീണ്ടും വരിക വേറെ ആൾക്കാരെയും കൂട്ടിയിട്ട്. കാരണം കൊന്നു തീർക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ പിന്നെ സാമ്രാജ്യമാണ് അന്ന് സാസാൻ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പിന്നെ കാണാൻ പറ്റും. മാപ്പുകളൊക്കെ പരിശോധിച്ചാൽ പിന്നെ അതായത് ചൈന മുതൽ സിറിയ വരെ ഉള്ള പ്രദേശം സാസാൻ ഭരണകൂടത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പടയാളികളെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ഉള്ള കാര്യമായിരുന്നില്ല. മാത്രമല്ല അവരും റോമാ സാമ്രാജ്യവും തമ്മിൽ എപ്പോഴും പോരാട്ടം ഉണ്ടാവുന്നതാണ്. അവർ ഒരു പ്രാവശ്യം ജയിച്ചു. പിന്നീട് റോമാക്കാർ ജയിച്ച സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വഫാത്തും അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ല ഒരുക്കത്തിലാണ് യുദ്ധത്തിന് ഏത് സമയവും. അതേപോലെ തന്നെ ചൈനക്കാരുമായിട്ടൊക്കെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകളുമായൊക്കെ അവർ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള നല്ല തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ആളുകളൊക്കെ കൂടി പോയത് വലജ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊക്കെ നടക്കുന്നത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇറാഖിലെ 2 പ്രമുഖമായ നദികളാണ്. വടക്ക് ഭാഗത്തുള്ളതാണ് ദിജ്ല എന്നാണ് അറബിയിൽ അതിന് പറയാം. അത് ടൈഗ്രീസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ നമ്മൾ പറയുന്ന
ദിജില ഫുറാത്ത് എന്നാണ് യൂഫ്രട്ടീസ് നദിക്ക് പറയുന്ന പേര്. അതിനടുത്താണ് മിക്ക യുദ്ധങ്ങളും നടന്നത്. വലജ എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ അറബികളിൽപ്പെട്ട ക്രിസ്ത്യാനികളും മജൂസികളുമായ അറബികൾ കുറേയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയമായി ഇത് കേട്ടപ്പോൾ. കാരണം പേർഷ്യൻ സാമ്രാജ്യത്തിൽ തന്നെ തകർക്കുന്ന രൂപത്തിൽ ഖാലിദിന്റെ സൈന്യം മുന്നേറുന്നത് കേട്ടപ്പോൾ അവർ ആ കാര്യം ഏറ്റെടുത്തു. ഖാലിദിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്കറിയാം, കാരണം നിങ്ങളുടെ ആധുനിക യുദ്ധരീതി അല്ല ഖാലിദിനോട് വേണ്ടത്, ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവരായിരുന്നു അതിന് കാര്യമായി മുന്നോട്ട് വന്നത്. അവർ പേർഷ്യൻ രാജാവിന് കത്തെഴുതി, ഞങ്ങൾ ഖാലിദിനെ പരാജയപ്പെടുത്താം, നിങ്ങൾ സൈന്യത്തെ അയച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അറബികളുടെ കൂട്ടത്തിൽ അറബി പഠിച്ച ചെറുപ്പകാലത്ത് അറബിയിൽ ആഫ്രിക്കയിൽ നിന്നൊന്ന് ചേർന്ന ഒരു അന്തർ സഗർ എന്ന് പറയുന്ന കമാൻഡറിന്റെ നേതൃത്വത്തിലാണ് വലജയിലേക്ക് സൈന്യം വന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ദിവസങ്ങൾ അവരോട് പോരാടി പിന്നോക്കം പോവുകയാണ് ചെയ്തത് മുസ്ലിം സൈന്യം. ഉടനെ അദ്ദേഹം പേർഷ്യക്കാർ ചെയ്തതാണ്. മുസ്ലിങ്ങളുടെ അടുത്ത് 10,000-15,000 സൈന്യം ഉണ്ടായിരുന്നത്. അവർ ഓരോ സമയത്തും ആളുകളെ മാറ്റിക്കൊണ്ടേയിരുന്നു. മുന്നണിയിലുള്ള ആളുകളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അവർ ക്ഷണിക്കുമ്പോൾ അവർ ബേക്കിലേക്ക് വരും, കൊല്ലപ്പെടുമ്പോൾ പുതിയ ആളുകൾ വരും. ഇത് തിരിച്ചറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹു പുറകിലൂടെ സൈന്യത്തെ അയച്ചുകൊണ്ട് അവരാക്രമിച്ചു. അതോടുകൂടി ഉഹദിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ആ തന്ത്രങ്ങളിലൂടെയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെ പരാജയപ്പെടുത്തിയത്. ഈ അന്തർസഗർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെയാണ് മരണപ്പെട്ടത്. ഓടിയ സ്ഥലം മറന്നിട്ട് എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് അറിയാതെ അവിടെ എത്തിയപ്പോൾ ബോട്ടും മറന്നു, നദിയൊക്കെ മറന്നു. അവൻ അടക്കമുള്ള ആളുകൾ, പ്രമുഖരായ ആളുകളൊക്കെ ദാഹം കൊണ്ടാണ് വലഞ്ഞു മരിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതോടുകൂടി ഹീറ എന്ന് പറയുന്ന അറേബ്യൻ പേർഷ്യ മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നു. അതിനുശേഷം ചെറിയ ചെറിയ യുദ്ധങ്ങൾ, അത്ര വലുപ്പമില്ലാത്ത യുദ്ധങ്ങളുണ്ടായിരുന്നു. പിന്നീട് അവസാനമായി അവർ ഈ ഹീറ കീഴടക്കാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിലും അതിനുവേണ്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയപ്പോഴാണ് ഉല്ലൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു വലിയ യുദ്ധമുണ്ടായത്. അതിൽ വെച്ചാണ് അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയത്. ഉല്ലൈസിന് സമീപം ഈ രാജാവ് അയച്ച പടയാളികളുമായി ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം പോരാടി. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് മുസ്ലിം സൈന്യവും പേർഷ്യൻ സൈന്യവും തമ്മിൽ നേർക്കുനേരെ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും നല്ല രൂപത്തിൽ മുമ്പ് 3 പ്രാവശ്യവും പടഞ്ഞ അബദ്ധങ്ങൾ പണയാതിരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളോട് കൂടിയാണ് അവർ വന്നിരുന്നത്. യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ബഹ്മാൻ എന്ന് പറയുന്ന അവരുടെ കമാൻഡറിന് പേർഷ്യയിൽ നിന്നുള്ള വാർത്ത കിട്ടിയത്. അർദഷീർ രാജാവ് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഷീറവയി ഭരണം ഏറ്റെടുത്തു. അതോടുകൂടി മുമ്പ് അങ്ങോട്ട് അടുത്ത ഭരണാധികാരിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി കമാൻഡർ പോയി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ, വേറൊരാളെ പകരക്കാരനാക്കിയിട്ട്. പക്ഷെ പകരക്കാരന് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. അവര് കമാൻഡർമാരെ ഒളിച്ചോടുകയും ബാക്കിയുള്ള ആളുകൾ അവിടെ ബാക്കിയാവുകയും ചെയ്തു. ആ ആളുകളുമായിട്ടാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു പോരാടിയത്. അവിടെയും സൈന്യം മുഴുവൻ വലജയിലെ പോലെ വന്ന ആളുകൾ ഭൂരിഭാഗവും കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ആ യുദ്ധത്തിന്റെ പേര് നെഹ്റുദ്ദം എന്നാണ്. അവര് താമസിച്ചിരുന്ന ഈ നദി മുഴുവൻ രക്തപങ്കിലമായി, അവരുടെ രക്തം കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ പേര് വന്നത്. അതിന് കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, പിടിച്ച സൈന്യത്തിൽ, അത് പല പണ്ഡിതന്മാരും അതിന് വിമർശിക്കുകയാണ്, ആ ചരിത്രം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരൂപണം നടത്തിയ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള ആളുകൾ. കാരണം 70,000 സൈന്യത്തെ കൊന്നു എന്നാണ് വാഖിദി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹമാണ് ചരിത്രം പറയുന്ന കൂട്ടത്തിലെ മുസ്ലിങ്ങളുടെ ഇമാം. 70,000 മനുഷ്യന്മാരെ കൊല്ലുക എന്നുള്ളത് ഒരു സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ അവര് പറയുന്നത് അത്ര ഉണ്ടാവില്ല, അതൊക്കെ ഒരു വലുതാക്കിയിട്ട് പറയുന്നതായിരിക്കാം. പക്ഷെ കൊല്ലപ്പെട്ട ആളുകൾ കൊല്ലപ്പെടാനുള്ള കാരണം മുസ്ലിങ്ങളുടെ അടുത്തുള്ളത് 18,000 പടയാളികളാണ്. എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളത് ആരാണ്? ഈ 18,000 പേരാണ്. അവരൊരു 20,000 ആളുകളെ തടവുകാരായി പിടിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? പിന്നെ ഇവരെ നോക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയതിന് അപ്പം തന്നെ കശാപ്പ് ചെയ്തതാണ് ഇങ്ങനെ അംഗസംഖ്യ വർദ്ധിക്കാനുണ്ടായ കാരണം. ബന്ധനസ്ഥരാക്കിയിട്ട് അവിടെ പിടിച്ച് തലവെട്ടുകയായിരുന്നു ചെയ്തത്. നേരത്തെ പോലെ ഓടാൻ വിട്ടില്ല. അതുകൊണ്ടാണ് ഈ വലിയ ഒരു കൂട്ടക്കൊലയിലേക്ക് ആ യുദ്ധങ്ങളൊക്കെ പരിണമിച്ചത്. ഇതൊക്കെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് യുദ്ധം ചെയ്തുകൊണ്ടുണ്ടായ റിസൾട്ടാണ്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. അവർക്ക് അവസരം കൊടുത്തിരുന്നു, അവരുടെ നാട്ടിൽ സ്വതന്ത്രമായി താമസിക്കാനും ജീവിക്കാനുമുള്ള അവർ തിരഞ്ഞെടുത്തത് യുദ്ധമാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഏതായിരുന്നാലും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഈ പറയുന്ന ഉല്ലൈസ് എന്ന് പറയുന്ന യുദ്ധത്തോടുകൂടി ഹീറ പരിപൂർണമായി മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. ഈ സമയത്ത്
ഇയാദ് ബിൻ ഗുൻമ് എന്ന് പറയുന്ന സഹാബി, 4 പേരെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചിരുന്നത്. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് അൽജോഫ് അല്ലെങ്കിൽ അർആറിന്റെ ഒക്കെ അടുത്തുള്ള പ്രദേശമാണ് ദൗമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന പ്രാചീന നഗരം സ്ഥിതി ചെയ്യുന്നത്. അതിനെ വഴിയിൽ ഉപരോധിച്ചതാണ് ഇയാദ് ബിൻ ഗുൻമ് എന്ന് പറയുന്ന സഹാബി. ഉപരോധിച്ചിരിക്കുന്ന സമയത്ത് ബാക്കിലുണ്ടായിരുന്ന അറബി ഗോത്രങ്ങൾ, ക്രിസ്ത്യാനികളും മജൂസികളായിരുന്ന ഭൂരിഭാഗവും അവർ ബാക്കിലൂടെ അദ്ദേഹത്തിനെ ഉപരോധിച്ചു. മാസങ്ങളോളം അവിടെ പട്ടിണിയിൽ ഉപരോധത്തിൽ കഴിയായിരുന്നു ഇയാദ് ബിൻ ഗുൻമ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു ദൗമത്തുൽ ജന്ദലിലേക്ക് തിരിച്ചു വന്നു. അവിടെ നടന്ന യുദ്ധത്തിൽ ദൗമത്തുൽ ജന്ദല് സൗദി അറേബ്യയിൽ ഇപ്പോൾ ആധുനിക സൗദി അറേബ്യയിലാണുള്ളത്. ചരിത്രപരമായി ഒരുപാട് കാര്യങ്ങൾ ഉള്ള സ്ഥലമാണത്. കോട്ടകളുടെ ഒരു നഗരം തന്നെയാണത്, പുരാതന നഗരം. ഒരുപാട് ഈ അസരിയ, അതായത് ഹിസ്റ്റോറിക്കൽ ചരിത്ര സ്ഥലങ്ങളുള്ള ഒരു പ്രാചീന നഗരമാണത്. അതിൻ്റെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അള്ളാഹു എങ്ങനെയാണ് ഇത്ര വലിയ നാഗരികതയും കൊട്ടാരങ്ങളൊക്കെ പണികഴിപ്പിക്കുന്ന ആളുകളെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി ആ ദൗമത്തുൽ ജന്ദിലെ കോട്ടകൾ തലയുയർത്തി നിൽക്കുക. നമ്മൾ ഇന്ത്യയിലൊക്കെയുള്ള പ്രാചീന നഗരങ്ങളിൽ കാണുന്ന ചിത്രങ്ങളെപ്പോലെയുള്ള വലിയ കൊട്ടാരങ്ങളും തകർന്നടിഞ്ഞ അതിൻ്റെ അവശിഷ്ടങ്ങളും നഗരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ അവിടെ ഖാലിദ് റളിയല്ലാഹു അൻഹു കീഴ്പ്പെടുത്തിയ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളാണ്, തകരാതെ ഇന്നും അവിടെ ബാക്കിയുള്ള ചരിത്ര ശേഷിപ്പുകളിൽപ്പെട്ടതാണ്. ഏതായിരുന്നാലും ദൗമത്തുൽ ജന്ദൽ വന്ന് കോട്ടകളിൽ അവരെ ഉപരോധിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഹിറയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവിടെ വെച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നീട് സിറിയയിലേക്ക് പുറപ്പെടുന്നത്. ഏതായിരുന്നാലും ഇതാണ് ആ യുദ്ധങ്ങളുടെ പരിണിതി. ഈ സമയവും പേർഷ്യൻ സാമ്രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തിയിരുന്നില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു പോയതോടുകൂടി പേർഷ്യൻ സൈന്യം സംഘടിച്ച് മുസ്ലിങ്ങളെ ആക്രമിച്ചു. അവർ പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശങ്ങളും അവർ തിരിച്ചു പിടിച്ചു. ആര്? പേർഷ്യക്കാർ. പിന്നീട് സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് മടങ്ങി വന്ന് അത് കീഴ്പ്പെടുത്തിയത്. കാരണം സിറിയയിലേക്ക് പോയ ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കുന്നതും ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റുകയും ചെയ്തത്. ആ ചരിത്രങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിര്യാണവും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.